കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കതിരൂരിലാണ്. ഞങ്ങളിവിടെ കാണാൻ എത്തിയിരിക്കുന്നത് ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു അതിഥിയാണ്. ജാർഖണ്ഡ് പലാമോ ഡിസ്ട്രിക്റ്റിലെ SP ആയ രീഷ്മ IPS, രീഷ്മ രമേഷ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു IPS കാരെ തേടി, ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു IPS കാരെ തേടി ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നതെന്ന് പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും. അവിടെ ജാർഖണ്ഡിൽ കഴിഞ്ഞ തവണത്തെ പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വളരെ സമാധാനപൂർണ്ണമായിട്ടാണ് നടന്നത്. പൊതുവെ ആ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ സമാധാനപരമായ തിരഞ്ഞെടുപ്പുകൾ അസാധ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെ കമ്മ്യൂണൽ ഇഷ്യൂസ് ഉൾപ്പെടെ എപ്പോഴും സംഘർഷം നിറഞ്ഞ ഒരു മണ്ണാണ് ജാർഖണ്ഡ്. നിങ്ങൾക്കറിയാം, ബീഹാർ വിഭജിച്ചുണ്ടായ ഒരു സ്റ്റേറ്റാണ്. സംഘർഷപൂരിതമായ ആ മണ്ണിൽ ഒരു മലയാളി പെൺകുട്ടി SP ആയി ചുമതലയേൽക്കുന്നു. മാവോയിസ്റ്റുകളോട്, അവിടെയൊക്കെ 10, 15, 20 ലക്ഷം രൂപ തലക്ക് വില കൽപ്പിച്ചിട്ടുള്ള ടെററിസ്റ്റുകളോട് അല്ലെങ്കിൽ മാവോയിസ്റ്റുകളോട് സന്ധിയില്ലാ സമരം നടത്തി ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവിടുത്തെ പൗരന്മാർക്ക് സൗകര്യമൊരുക്കുക. അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദരവ് ലഭിക്കുക ചെറിയ കാര്യമല്ല. പക്ഷേ അവർ ഈ രീഷ്മ IPS ജനിച്ചത് കതിരൂരിൻ്റെ മണ്ണിലാണ്. കതിരൂർ അത്ര മോശം സ്ഥലമല്ല. കതിരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് സംഘർഷങ്ങളുടെ നാടായിരുന്നു. ഇപ്പം സമാധാനമാണ്. ഈ സംഘർഷങ്ങളുടെ നാട്ടിൽ നിന്ന് മറ്റൊരു സംഘർഷങ്ങളുടെ നാട്ടിലേക്ക് IPS കാരിയായി ചെല്ലുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നു. നാട്ടിലേക്ക് ഒരു ഇടവേളയ്ക്ക് വന്നപ്പോൾ അവരെ കാണാൻ ഞങ്ങൾ എത്തുകയാണ്. രീഷ്മ IPS എങ്ങനെയാണ് ഒരു IPS കാരിയായി മാറുന്നത്? എളുപ്പമല്ല സിവിൽ സർവീസ് പാസ്സാകുക എന്നുള്ളത്. ഒരു ശരാശരി മനുഷ്യൻ്റെ, ഒരു ഇന്ത്യക്കാരൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സിവിൽ സർവീസ്. അതെങ്ങനെ യാഥാർത്ഥ്യമായി? രീഷ്മയുടെ ബാല്യം, കൗമാരം, ഇപ്പോൾ കൗമാരത്തിൽ തന്നെയാണ്, എങ്ങനെയാണ് ഈ തലങ്ങളിലേക്ക് ഉയർന്നു വന്നത് എന്നത് നമുക്ക് രീഷ്മയുടെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം രീഷ്മ IPSനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. മാഡം, ഞങ്ങളുടെ സക്സസ് സ്റ്റോറി എപ്പോഴും നമ്മൾ ഈ മനുഷ്യർക്ക് ഒരു പ്രചോദനമാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളിലൂടെ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ വരുന്ന ഒരു മുൻ DGP ആണ്, KJ ജോസഫ് IPS. കേരളത്തിൽ ഇരുമ്പൻ ജോസഫ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പിന്നെ വന്നത് നമ്മളുടെ തുളസീദാസ് IAS. 8 വർഷം ത്രിപുര ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സ്ഥാപകനായിരുന്നു. ഒമാൻ എയർവേസിൻ്റെ CEO ആയിരുന്നു. അങ്ങനെ പല പോസ്റ്റിലൂടെ അങ്ങനെയുള്ള ആളുകളാണ് കടന്നു വന്നിട്ടുള്ളത് അവരൊക്കെ. അപ്പോൾ അതിലേറ്റവും യങ് ആയിട്ടുള്ള ഒരു IPS ആണ് ഈ അടുത്ത കാലത്ത് വന്ന് ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ വത്സൻ IPS, തലശ്ശേരിക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിലൂടെയാണ് ഞങ്ങളുടെ സഞ്ചാരം എല്ലാ മേഖലയിലും. അതുകൊണ്ട് മേഡത്തെ അറിയാനുള്ള ശ്രമമാണ് സക്സസ് സ്റ്റോറി എപ്പിസോഡിൽ നടക്കുന്നത്. ശരിക്കും ജനിച്ചത് എവിടെയാണ്? തലശ്ശേരി. കതിരൂരിൽ തന്നെ. ടെലി ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ, ജനനം ടെലി ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാം. ടെലി ഹോസ്പിറ്റൽ. ആരാണ് ആ ഡോക്ടർ? ഓർമ്മയുണ്ടോ താങ്കളെ ഈ ഭൂമിയിലേക്ക്? ഇല്ല, ഗിരിജ മാഡം അല്ല. ഓക്കെ, ഇവിടെ കതിരൂരിൽ ഈ വീടിന്റെ പേരെന്താണ് ശരിക്കും? വീടിന്റെ പേര് രശ്മി എന്നാണ്. രശ്മി ആരാണ്? എന്റെ സിസ്റ്ററാണ്. സിസ്റ്റർ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. ഇപ്പൊ ഗവൺമെന്റ് സർവീസിൽ. അച്ഛന്റെ പേര് രമേശൻ. തലശ്ശേരി ജനറൽ ആശുപത്രി ആയിരുന്നു. ഇപ്പൊ റിട്ടയർ ആയി. ഇപ്പോ പ്രൈവറ്റ് ആയിട്ട് ടെലി ഹോസ്പിറ്റലിലും പിന്നെ ആശ്രയ ഹോസ്പിറ്റൽ മട്ടന്നൂർ, പിന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്. തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് യാഥാർത്ഥ്യമാക്കിയത് താങ്കളുടെ പിതാവാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അമ്മ ഡോക്ടർ റോഹിണി ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഇപ്പൊ റിട്ടയർ ചെയ്തു. ഡോക്ടറാണ്. നിങ്ങൾ 2 മക്കളാണ്? 2 പെൺമക്കളാണ്. സഹോദരി സൈക്യാട്രിസ്റ്റായി മെഡിസിന് പോയി, താങ്കൾ സിവിൽ സർവീസിന് പോയി. എവിടെയാണ് പ്രാഥമിക എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണോ? സിവിൽ സർവീസിന് പോയി. ഇപ്പോഴത്തെ IPS കാരൊക്കെ, IAS IPS കാരൊക്കെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അല്ലെ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പോകും. ഇവിടെ എവിടെയാണ് പ്രൈമറി വിദ്യാഭ്യാസം? എവിടെയായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം? 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ പഠിച്ചത് മമ്പറം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. മാധവന്റെ അല്ലേ? മമ്പറം ഇംഗ്ലീഷ് മീഡിയം 1 മുതൽ 5 വരെ. പിന്നെ 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ പഠിച്ചത് ചിന്മയ വിദ്യാലയ, ചാല. രാജേട്ടന്റെ മറ്റേ മഹേഷ് ചന്ദ്രപാലികയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ചിന്മയ വിദ്യാലയ. എങ്ങനെയായിരുന്നു സ്കൂൾ കാലഘട്ടത്തിലുള്ള ആക്ടിവിറ്റീസ്? എന്തൊക്കെയായിരുന്നു? സ്കൂൾ കാലഘട്ടത്തിൽ നന്നായി പഠിക്കുമായിരുന്നു. ക്ലാസ് ലീഡർ ആയിരുന്നു. പിന്നെ സ്കൂളിൽ ചിന്മയ വിദ്യാലയയിൽ 12th സ്റ്റാൻഡേർഡിൽ സ്കൂൾ ലീഡർ ആയിരുന്നു. അതിനൊപ്പം കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. എക്സ്ട്രാ കരിക്കുലർ പെയിന്റിങ് ചെയ്യുമായിരുന്നു, പിന്നെ ഡാൻസിങ് ചെയ്യുമായിരുന്നു. പിന്നെ പബ്ലിക് സ്പീച്ചും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും സ്റ്റേജ് ഫിയർ ഇല്ലാത്തത് കാരണം അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും. ഇല്ല, ചെറുപ്പം തൊട്ട് സ്റ്റേജിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നു. ഏത് വയസ്സിൽ സ്റ്റേജ് കയറിയിട്ടുണ്ട്?
മൂന്ന് വയസ്സിൽ കയറിയിട്ടുണ്ട്. എന്താണ് 3 വയസ്സിൽ കയറിയിട്ട് ചെയ്തത്? ആക്ഷൻ സോങ്. ഏതാണ് പാടിയത്? ഇപ്പോഴത്തെ കുട്ടികളത്ര കേൾക്കാറില്ല. നമ്മൾ കുറേ ആൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ ഇൻഫാക്ട് എല്ലാവരെയും ഒരുമിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണ് ആദ്യം പഠിപ്പിച്ചത്, പിന്നെ ചേച്ചി എന്നെ പഠിപ്പിച്ചു, പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളെയും വരെ ഞങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പാനൂര് പാത്തുമ്മ ബസ് കയറിയ ഒരു പാട്ട്. ഇപ്പൊ അത്രയ്ക്ക് അത് ഓർമ്മയില്ല. അതത്രയും പാനൂര് പാത്തുമ്മ ബസ് കയറി, അതൊരു നടുഭാഗമാണ് ആക്ച്വലി പറഞ്ഞാൽ. പക്ഷെ അതിന്റെ സ്റ്റാർട്ടിങ് ഇപ്പൊ അത് അങ്ങനെയാണ് അതിന്റെ നടുവിലുള്ള കുറച്ച് വേർഡ്സ് വരുന്നത്. ഇപ്പൊ അത് അത്രയും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അങ്ങനെയാണ് ആ ഒരു പാട്ടുകളും എല്ലാം. പിന്നെ അംഗനവാടി ഇവിടെ സൂര്യനാരായണ ക്ഷേത്രത്തിന്റെ വകയൊരു ഒരു അംഗനവാടി ആ സമയത്ത് ഉണ്ടായിരുന്നു. അവിടെയാണ് പോയി തുടങ്ങിയത്. അവിടെയും ഡാൻസിലും തിരുവാതിര കളിയുടെ ഒക്കെ ആ ഒരു സമയത്തും ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ലയൺസ് ക്ലബ്, ഇതിന്റെയൊക്കെ ഭാഗമായിരുന്നു അച്ഛനും അമ്മയും. അവരുടെ എല്ലാ പ്രോഗ്രാംസിനും, ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ചെറുപ്പം തൊട്ട്. ഈ മമ്പറം സ്കൂളിലൊക്കെ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതില് പദ്യം ചൊല്ലലിനുണ്ട്, പിന്നെ ഇതിനുണ്ടായിരുന്നു, എലക്യൂഷൻ ഉണ്ടായിരുന്നു, പിന്നെ ലൈറ്റ് മ്യൂസിക്കിനുണ്ടായിരുന്നു, പിന്നെ ഡാൻസിനുണ്ടായിരുന്നു, പെയിന്റിങ്ങിനുണ്ടായിരുന്നു. അത് എങ്ങനെയോ എത്തിപ്പെട്ടതാണ്. അത് ഇവിടെ ശ്രീ പൊന്നിയും സുനിലുണ്ട്, ചിത്രകാരൻ. പുള്ളിയുടെ അണ്ടറിൽ ഒരു 4-5 കൊല്ലം പരിശീലിച്ചിട്ടുണ്ട്. പരിശീലിക്കുകയും ചെയ്തു. അപ്പൊ ചിത്രകാരിയാണ്, ഗായികയെന്ന് പറയാൻ പറ്റില്ല. അത് ആ ഒരു സമയത്ത് ട്രയൽ ചെയ്തു, പക്ഷെ അത് സക്സസ് അല്ലാത്തതുകൊണ്ട് ആ ലൈനിൽ വര കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും മനസ്സിലുണ്ട്. ഒഴിവ് സമയങ്ങളിൽ ഇതിനു മുന്നേ ഉള്ള പോസ്റ്റിങ്ങിൽ കുറച്ച് ഒഴിവ് സമയങ്ങൾ കിട്ടിയപ്പോൾ അവിടുന്ന് വരച്ചിട്ടുണ്ട്. ഈ സ്കൂൾ കാലഘട്ടത്തിൽ ഈ +2 എത്തുമ്പോഴത്തേക്കും എല്ലാ കലോത്സവ വേദികളിലും എത്താൻ തുടങ്ങിയില്ലേ? ഇല്ല, അങ്ങനെ എല്ലാ കലോത്സവ വേദികളിലും അങ്ങനെ ഒരു ഇതായിട്ടുണ്ടായിരുന്നില്ല. സഹോദയ CBSE സ്കൂൾ ആയതുകൊണ്ട് സഹോദയ കലോത്സവങ്ങളുടെ വേദികളിലെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. 10th 11th 12th എന്നുള്ളത് പറയുന്നത് നമ്മൾ കൂടുതൽ ഫോക്കസ് എഡ്യൂക്കേഷനിലായി പോകും. അതുകൊണ്ട് അങ്ങനെ ആ ഒരു സമയം 10th 11th 12th അത്രയും ഒരു ആക്റ്റീവ്ലി കലോത്സവ വേദികൾ ഉണ്ടായിരുന്നില്ല. ഈ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില മോഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്നതാകണം, അപ്പോൾ +2 ഒക്കെ എടുക്കുമ്പോൾ സയൻസ് എടുക്കും, അങ്ങനെ ചില അങ്ങനെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു മോഹം ഉണ്ടായിരുന്നത്? ഇത് തന്നെയായിരുന്നു, സിവിൽ സർവീസ് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു ആദ്യം. എപ്പോഴാണ് ഈ സിവിൽ സർവീസ് എന്ന മോഹം മനസ്സിൽ വന്നത്? ഒരു 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. എന്തുകൊണ്ട്, എങ്ങനെ, ആരാണ് റോൾ മോഡൽ? അമ്മയുടെ അച്ഛനാണ് ഈ ഒരു ആഗ്രഹം മനസ്സിലാക്കുന്നത്. അമ്മയുടെ അച്ഛന് ബിസിനസ് ആയിരുന്നു, നാട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പാലക്കാട് ആയിരുന്നു ബേസ്. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴേ പുള്ളിക്കാരൻ മരിച്ചുപോയി. പക്ഷെ പുള്ളിക്കാരന് എൻ്റെ മുത്തശ്ശൻ എപ്പോഴും എല്ലാ മക്കളും നന്നായി പഠിക്കണം, പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും പഠിക്കാൻ നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങളോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. കുറേ കാലം കിഡ്നി ഫെയിലായിട്ട് ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പിന്നെ അത് കഴിഞ്ഞ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ, ഇന്ദിര കോപ്പറേറ്റീവ് ഉണ്ടായിരുന്നു, ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അബോധാവസ്ഥയിൽ നമ്മൾ പോയി കാണുമ്പോൾ ചേച്ചി ഒരു ഡോക്ടറായിട്ടും എന്നെ ഒരു IAS ഓഫീസറുമായിട്ടാണ് പുള്ളി സങ്കല്പിച്ചിരുന്നത്. ഞാൻ വന്നു പോകുന്ന സമയത്ത് കലക്ടർ വന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ അങ്ങനെ ഒരു തോട്ട് മനസ്സിൽ വരാൻ കാരണം മുത്തശ്ശനാണ്. പുള്ളി നന്നായിട്ട് എൻകറേജ് ചെയ്തായിരുന്നു. ഇൻഫാക്ട് ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയുടെ ഒക്കെ പേപ്പർ കിട്ടുമ്പോൾ പാലക്കാട് നിന്ന് ഫോൺ വിളിച്ച് ചോദിക്കും മാർക്ക് എത്രയാണെന്നുള്ളത്. അങ്ങനെ വളരെ ശ്രദ്ധ പഠിപ്പിൻ്റെ കാര്യത്തിൽ പുള്ളിക്ക് ഉണ്ടായിരുന്നു. പുള്ളിയുടെ മക്കളും എല്ലാവരും നന്നായി പഠിച്ചു. അതിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, PhD. ഇല്ല, ഒറ്റ IPS ഉള്ളൂ. ഇപ്പോഴത്തെ വരെ ഒറ്റ IPS ഉള്ളൂ. ഇനി മുന്നോട്ട് അങ്ങനെയല്ല. അങ്ങനെ ഒരു പുള്ളിക്ക് കുറച്ച് പൊളിറ്റിക്കലിയും നല്ല പരിചയങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ളതായിരുന്നു തോട്ട് പ്രോസസ്. അങ്ങനെ ഒരു സിവിൽ സർവീസ് എന്നുള്ള രീതിയിൽ ആരും ഫാമിലിയിൽ ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലുണ്ടായിരുന്നു. കുടുംബത്തിൽ വേണം ഒരു സിവിൽ സർവീസ് എന്ന ഒരു ചിന്ത മുത്തച്ഛന് ഉണ്ടായിരുന്നു. ഈ പഠനകാലത്ത് വേറെ എന്തൊക്കെയാണ് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്? നമുക്ക് നമ്മൾ ഈ സ്കൂൾ കാലഘട്ടം ഏറ്റവും
സുവർണ കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മളെപ്പോഴും എത്ര ഉന്നതിയിലെത്തിയാലും നമ്മളുടെ ഇപ്പം അംഗൻവാടി നിങ്ങൾ ഓർത്തിരിക്കുന്നു, സൂര്യനാരായണ ക്ഷേത്രം അതിൻ്റെ അടുത്തുള്ള ആ കാലഘട്ടം, അവിടെ പാടിയത് 3 വയസ്സിൽ പാടിയത് എന്ന് പറയുന്നത് ഒരൊറ്റ ക്ലാസ് ആയിട്ട് മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മ പങ്കുവെക്കാൻ പറ്റും. ഏറ്റവും ക്ലാസ് ആയിട്ട് എപ്പോൾ ഹാപ്പിനെസ് തോന്നുന്നു? അങ്ങനെ ഒരു ഓർമ്മയില്ല. ഒരു നല്ല പോസിറ്റീവ് എൻവയോൺമെന്റ് ആയിരുന്നു ചിന്മയ വിദ്യാലയയിലുള്ളത്. നല്ല സപ്പോർട്ടീവ് ടീച്ചേഴ്സ് ആയിരുന്നു. ഇൻഫാക്ട് ഞാൻ സിവിൽ സർവീസിൽ എപ്പോഴും എല്ലാ സ്ഥലത്തും പറഞ്ഞൊരു വിഷയമാണ്, ഞാൻ സിവിൽ സർവീസിൽ പോയിട്ട് ജോഗ്രഫി എന്ന ഓപ്ഷണൽ എടുക്കാൻ കാരണം തന്നെ എൻ്റെ സ്കൂളിലെ ജോഗ്രഫി ടീച്ചറായിരുന്നു. വളരെ വ്യക്തമായി, വളരെ ബാക്കിയുള്ളവർ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ടീച്ചർ പഠിപ്പിച്ചിരുന്നത്. രൂപ എന്നാണ് ടീച്ചറുടെ പേര്. ടീച്ചർ ഇപ്പോൾ റിട്ടയർ ചെയ്തു. അങ്ങനെയുള്ള നല്ല നല്ല ടീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഇത്രയും കോൺഫിഡൻസ് ആയി, ഇത്രയും പോസിറ്റീവായിട്ട് എനിക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയത്. ഇൻഫാക്ട് കോളേജിലായാലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചറായ ഒരു പാർവതി മിസ് ഉണ്ട്. ഇപ്പോഴും മാഡം കോളേജിൽ തന്നെ ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു. എൻജിനീയറിങ് ഇത് കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു ടാറ്റയുടെ കമ്പനിയിൽ പ്ലേസ്മെൻറ്റും കിട്ടിയിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം വളരെ കൺഫ്യൂസിങ് ആയിരുന്നു, സിവിൽ സർവീസിന് പോകണോ അതോ ജോലി കഴിഞ്ഞ് 1-2 കൊല്ലം ജോലി ചെയ്ത് എക്സ്പീരിയൻസ് കിട്ടി പിന്നീട് സിവിൽ സർവീസ് പഠിക്കാൻ പോകണോ എന്നുള്ള ഈ കൺഫ്യൂഷൻസിലൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ വൈകുന്നേരങ്ങളിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഒരു ഓർമ്മയുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഡിയർ ഫ്രണ്ട് സൂര്യ. അപ്പോൾ ഞങ്ങൾ മാഡത്തിൻ്റെ ടേബിളിൻ്റെ ഇപ്പുറത്തെ വശത്ത് ഞങ്ങൾ നിന്നു. മാഡം ഇരുന്നില്ല, മാഡത്തിൻ്റെ ചെയറിൻ്റെ ആ സൈഡിൽ നിന്നു. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ മാഡമാണ് ഈ ഒരു കാര്യത്തിന് പറഞ്ഞത്, എന്തായാലും നിൻ്റെ മനസ്സിലുള്ളത് സിവിൽ സർവീസ് ആണ്, അപ്പം അത് തന്നെ ആദ്യം പ്രയോറിറ്റി ആയിട്ട് കൊടുത്തിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ ജോലി കിട്ടിയതൊക്കെ ഇപ്പോൾ ഒരു ഇതായിട്ട് തോന്നും, പക്ഷേ നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ ജോലി എന്നുള്ളത് പിന്നീടായാലും നിനക്ക് ചെയ്യാൻ പറ്റും, ഇതാക്കാൻ പറ്റും. പക്ഷേ ഏജ് എന്നുള്ള ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പിന്നെ സ്റ്റഡീസിലൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ അത് തുടങ്ങാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പിന്നെയും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന രീതിയിൽ തന്നെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് വേഗത്തിൽ നിൻ്റെ ഗോളിലേക്ക് എത്താം എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്ത് കൺവിൻസ് ചെയ്ത് ബാക്കിയുള്ള പ്ലേസ്മെൻറ്റ്സ് ഇരിക്കാതെ വേറെ പോയത്. ബാക്കിയുള്ള പ്ലേസ്മെന്റ്സ് ഒന്നും പിന്നെ സ്കൂളിൽ ഇരുന്നിട്ടില്ല, കോളേജിൽ ഇരുന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള അധ്യാപകരാണ്. പ്ലസ് നല്ല സ്കൂളിലെ ഫ്രണ്ട്സ് ഇപ്പോഴും എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളിലെയും കോളേജിലെയും ഫ്രണ്ട്സാണ്. ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ്, പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോഴുണ്ട്. അല്ലേ, ഞാൻ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങാം. ഇന്ന് ഈ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ടല്ലോ, കുട്ടികൾ വളരെ ഹാർഡായിരിക്കുന്നു, അമ്മയെ കൊല്ലുന്നു, ഒരു വീട്ടിൽ തന്നെ 4-5 ആളെ കൊല്ലുന്നു, അധ്യാപകരും കുട്ടികളും തമ്മിൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതായിരിക്കുന്നു, ഭയങ്കര ലഹരിയുടെയൊക്കെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. കുട്ടികളും ഈ ഡോക്ടേഴ്സും രോഗികളും തമ്മിൽ ഉപഭോക്തൃ ബന്ധം വന്നതുപോലെ തന്നെ അവർ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ അധ്യാപകരും കുട്ടികളും തമ്മിൽ ആ ഗുരുശിഷ്യ ബന്ധമെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അധ്യാപകരെയൊക്കെ എങ്ങനെയാണ് നിങ്ങളത് എത്രയും സ്വീറ്റായിട്ട് ഓർത്തിരിക്കാനുള്ള ഒരു കെയറിങ് എങ്ങനെ കിട്ടി? എന്തായിരുന്നു അതിൻ്റെ ഒരു? നമ്മൾക്ക് എപ്പോഴും ടീച്ചേഴ്സ് വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. എപ്പോഴായിരുന്നാലും ഏത് കാര്യത്തിനായിരുന്നാലും എപ്പോഴും നമ്മുടെ മേൽ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. അങ്ങനെ ഒരു വിദ്യാർത്ഥി ഇനി ആയിരുന്നില്ല. പഠിക്കാൻ നല്ല ഇതായിരുന്നതുകൊണ്ട് എല്ലാവരുടെയും എന്താ പറയേണ്ടത്, നല്ലൊരു രീതിയിൽ തന്നെ ആയിരുന്നു എല്ലാ ടീച്ചേഴ്സും അറ്റാച്ച്ഡ് ആയിരുന്നു എല്ലാ ടീച്ചേഴ്സുമായിട്ടും. പിന്നെ ചില സ്റ്റുഡൻസ് ആയിട്ട് ടീച്ചേഴ്സ്, ഇൻഫാക്ട് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്, ഞാൻ 10ാം ക്ലാസ്സിൽ എഴുതിയ നോട്ട്സ് ഇപ്പോഴും എൻ്റെ ആ ജോഗ്രഫി ടീച്ചറുടെ കയ്യിലുണ്ട്. എൻ്റെ ആ നോട്ട്ബുക്ക് ഇപ്പോഴും ഉണ്ട്. ടീച്ചർ എനിക്ക് ഒരു 3-4 മാസം മുന്നേ ആ നോട്ടിൻ്റെ കോപ്പി ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സാപ്പിൽ അയച്ചിരുന്നു. അത്രയും അറ്റാച്ച്മെന്റ് ആയിട്ടാണ് ഞാനും എൻ്റെ ടീച്ചേഴ്സുമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് എവിടെയാണ്? ക്യാമ്പസ് ഇതാണോ? മെറിറ്റിൽ തന്നെ കിട്ടി? ഫെഡറൽ ബാങ്കിന്റെ കോളേജ് ഉണ്ട്, ഫിസാറ്റ് എന്ന് പറഞ്ഞ അങ്കമാലിയിൽ, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെ സർക്കാർ സീറ്റിൽ തന്നെ മെറിറ്റ് ബേസിസിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. എന്താണ് അങ്ങനെ എഞ്ചിനീയറിംഗ് ഇതിന് ബേസ് ആയിട്ട് എഞ്ചിനീയറിംഗ് വേണം തോന്നിയിരുന്നു? അങ്ങനെ തോന്നിയതൊന്നും അല്ല. നമ്മുടെ ഒരു അപ്ബ്രിങ്ങിങ് അല്ലെങ്കിൽ നമ്മൾ കോമൺലി നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള രീതിയിൽ കാണുന്ന എഞ്ചിനീയറിംഗ് ഡോക്ടർ എന്നുള്ളതാണ് ഓപ്ഷൻ. ഒരു സേഫ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ ഒരു ഇതിലേക്ക് വരുന്നത്.
അത് ആ ഒരു സമയത്ത് അങ്ങനെയാണ് മൈൻഡ് തോന്നിയത് ചെയ്യാൻ. ചെറുപ്പത്തിലെ സിവിൽ സർവീസ് മോഹം ഉണ്ടെങ്കിൽ +2 കഴിഞ്ഞിട്ട് എൻട്രൻസിന് പോകുന്ന ആളുകളുണ്ടല്ലോ, ഓരോ സ്ഥലത്ത് താമസിച്ച് സിവിൽ സർവീസ് കോച്ചിങ്. അല്ല പക്ഷേ സിവിൽ സർവീസ് എഴുതണമെങ്കിൽ ഒരു ഡിഗ്രി എന്നുള്ളത് ഒരു മസ്റ്റാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി, അത് ബികോം ചെയ്യുന്നതോടൊപ്പം തന്നെ ആളുകൾ കോച്ചിങ്ങിലേക്ക് പോകാറുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല. ഡിഗ്രിക്ക് ആള് പോവും, +2 കഴിഞ്ഞാൽ ഡിഗ്രി പ്ലസ് കോച്ചിങ് അങ്ങനെ ചെയ്യുന്നവർ പോകുന്നതുണ്ട്. അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. നമ്മൾ ചെയ്യുന്ന കോഴ്സ് ആയാലും പഠിക്കുന്ന കാര്യമായാലും അതിനോട് 100% നീതി പുലർത്തണം എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് കാലഘട്ടം ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും ദൂരമുള്ളത് കാരണം ഹോസ്റ്റലിൽ തന്നെയായിരുന്നു താമസം. പിന്നെ അവിടെയും ഞാൻ പറഞ്ഞ പോലെ ഒരു ബഞ്ച് ഓഫ് ടീച്ചേഴ്സ്, വളരെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. എല്ലാവരുടെയും പേര് ഓർമ്മയുണ്ട്. പാർവതി മിസ്സിനെ ഞാൻ പറഞ്ഞു, പിന്നെ റബിയ മിസ് ഉണ്ടായിരുന്നു, പിന്നെ റിങ്കു റിയ എന്ന് പറഞ്ഞൊരു ട്വിൻസ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇപ്പോഴും കോളേജിലുണ്ട്, മറ്റേയാള് ഇന്ത്യയുടെ പുറത്ത് അധ്യാപകരായിരുന്നു. അവര് ഒരാൾ പുറത്തു പോയി. പിന്നെ അർച്ചന മിസ് ഉണ്ടായിരുന്നു, പിന്നെ ദീപ മിസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട് അവിടെ. ശ്രീജ മിസ്, അങ്ങനെ നമ്മളുമായിട്ട് ഇപ്പോഴും ബന്ധമുള്ളത്. എൻ്റെ ഏതെങ്കിലും ഒരു ന്യൂസ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് എനിക്ക് അയച്ച് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. എന്നെ എപ്പോഴും എൻകറേജ് ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഉണ്ട്. ഈ എഞ്ചിനീയറിംഗ് എല്ലാം അങ്ങ് എറണാകുളം ജില്ലയിലേക്ക് അങ്കമാലിയിലേക്ക് പോയപ്പോൾ നാടുമായിട്ടുള്ള കോണ്ടാക്ട് എങ്ങനെയായിരുന്നു? കതിരൂർ എന്ന ഗ്രാമവുമായിട്ടുള്ള താങ്കളുടെ ജനിച്ചു വളർന്ന സ്ഥലമല്ല. ഇവിടുത്തെ ഈ നാട്ടിൽ ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് പങ്കെടുത്തത്? അംഗൻവാടി പഠനകാലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാട്ടിലെ ആക്ടിവിറ്റീസിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി അല്ല. പക്ഷെ എല്ലാവരുമായിട്ട്, കാരണം ഫാദർ മദറും അത്രയും കാലമായിട്ട് ഇവിടെ ഡോക്ടേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഒരുപാട് പേരുമായിട്ട് ഒരു പേഴ്സണൽ കോൺടാക്ട് ടച്ച് നമ്മൾക്ക് ഇപ്പോഴും ഉണ്ട്. അവര് ഇൻഫാക്ട് ഈ വീട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 35 കൊല്ലത്തിന് മുകളിലായി ഈ വീട് വെച്ച് ഇവിടെ തന്നെ താമസിച്ചിരിക്കുന്നത്. എനിക്കിപ്പോഴും അമ്മ പറയുന്നുണ്ട്, അമ്മ ഒരു സ്ത്രീ അവരുടെ മകളെ അമ്മേനെ കൊണ്ട് കാണിച്ചു. ഇപ്പൊ ആ മകള് കല്യാണം കഴിഞ്ഞ് ആ മകളുടെ മകളെയും കൊണ്ട് അവരിവിടെ വരുന്നുണ്ട്. അപ്പം അല്ല പക്ഷെ ഇവിടെ ജനറൽ പ്രാക്ടീസിന് വരുന്ന ആ ഒരു, അപ്പം 3 ജനറേഷൻ ആയിട്ട് പോലും നമ്മുടെ ഫാമിലിയുമായിട്ട് ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവിടെയുള്ള ആൾക്കാർ, കതിരൂരുകാർ. അപ്പം ആ ഒരു ഗ്രാമത്തിന്റെ നന്മയും സ്നേഹവും എല്ലാം അവർ നമുക്ക് എപ്പോഴും തന്നിട്ടുണ്ട്. സംഘർഷകാലമൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ചിന്മയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വന്ന ഒരു കാറിലെ ഡ്രൈവർ കൊല്ലപ്പെട്ടായിരുന്നു കൊളശ്ശേരിയിൽ, സുധീർ എന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഉള്ള നാടാണ്. ആ കുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അക്രമികൾ വരുന്നതും ആ കാർ ഡ്രൈവറെ അവിടെ വെച്ച് കുട്ടികൾ കരഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഓടുന്ന ഒരു രംഗമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾക്ക് ആ ഒരു സംഘർഷകാലം കുട്ടത്തോണ്ട് ഡയറക്ട്ലി ഇമ്പാക്ട് നമ്മൾക്ക് ഇതുവരെ അങ്ങനെ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓർമ്മകൾ എങ്ങനെയാണ്? ഇപ്പൊ നോക്കുമ്പോ ചിലപ്പോൾ അതിന്റെ വ്യൂ പോയിന്റ് വേറെ ആയിരിക്കും. പക്ഷെ ആസ് എ സ്റ്റുഡന്റ് അന്ന് നോക്കുമ്പോൾ നമുക്കതൊരു ലീവായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. നമ്മുടെ ചെറിയതാണ്, നമ്മുടെ മനസ്സിന് ഇന്ന് സ്കൂളിൽ പോണ്ട, ഇന്ന് ബന്ധാണ്, അല്ലെങ്കിൽ ഇന്ന് ഹർത്താലാണ്, ഇന്ന് സ്കൂളിൽ പോണ്ട എന്ന് പറയുന്നവർ, അത് ആ ഒരു വയലന്റ് ആയിട്ടുള്ള സീരീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്രമങ്ങൾ ബാക്കിയുള്ളവരുടെ മേത്ത് എന്ത് ഇമ്പാക്റ്റ് വരുത്തും, അല്ലെങ്കിൽ എത്രയോ ഫാമിലീസ് അത് വെച്ച് എഫക്റ്റഡ് ആവും, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള പ്രായോ പക്വതയോ അന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടിരിക്കുന്നതിന്റെ പിൻഭാഗം സംഘർഷത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. അപ്പൊ നമ്മളത് ഒരിക്കലും ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. നമ്മൾക്കത് സ്കൂളിലെ ലീവ് കിട്ടുന്ന ദിവസവും അങ്ങനെയുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം മറ്റോ എനിക്ക് തോന്നുന്നു 144 മൊത്തം ജില്ലയിൽ ഉണ്ടായത്, 144 മൊത്തം ജില്ലയിൽ. ഞാൻ 10ാം ക്ലാസ് എക്സാം എഴുതാൻ പോയ സമയത്ത്, അപ്പോൾ എൻ്റെ സെൻറ്റർ പയ്യാമ്പലം മെർസലൈൻ സ്കൂളിലായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഓർമ്മയുണ്ട്, നമ്മൾ പോകുന്ന വാനിൽ, നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്ന വാനിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ കുട്ടികളെ മാത്രമായിട്ടാണ് ആ അങ്കിൾ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഓൺ എക്സാം ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വയ്ക്കുമായിരുന്നു. അതുമാത്രമല്ല, അത് നമുക്കങ്ങനെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളോ ഇതോ നമ്മൾക്ക് ആ ഒരു പ്രായത്തിൽ നമ്മൾ അങ്ങനെ ആ കാര്യങ്ങളൊന്നും അത്ര ഇമ്പാക്റ്റ് ചെയ്യില്ല. ഇപ്പം ആലോചിക്കുമ്പോഴാണ് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളതും അതൊക്കെ എങ്ങനെ. ഇപ്പൊ വളരെ ശാന്തമാണ്. ഇപ്പൊ ഭയങ്കര നമ്മൾ കാമൻ ക്വയറ്റാണ്, സമാധാനത്തിലൂടെ വന്നിരിക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞല്ലോ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ ഈ സാധാരണ മലയാളികൾ എപ്പോഴും സേഫ് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുണ്ടാക്കിയ മാനസിക സംഘർഷം എന്താണ്? സേഫ് സോണിൽ ജോലി, നല്ല പ്ലേസ്മെന്റ് എവിടെയാണ് കിട്ടിയത്? ഏതെങ്കിലും നല്ല ബ്രാൻഡല്ലേ, നല്ല ബ്രാൻഡിലാണോ കിട്ടിയിരിക്കുന്നത്? അപ്പം സാധാരണ ഒരു മലയാളി ആലോചിക്കുക സേഫ് സോണിൽ നിൽക്കാനാണ്. റിസ്ക് എടുക്കൽ വളരെ റയറാണ്. അപ്പൊ അങ്ങനെ റിസ്ക് എടുക്കുമ്പോൾ ആ ഒരു മാനസിക വ്യവഹാരം എങ്ങനെയായിരുന്നു? അത് ഇനിയിപ്പോ പ്രേക്ഷകർ കേൾക്കുമ്പോൾ അതിനകത്തൊരു കുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അവൻ മറികടക്കാൻ അത് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. ഞാൻ 2014 മെയ് ജൂൺ ഫസ്റ്റ് വീക്കിൽ എൻ്റെ റിസൾട്ട് വന്നു.
പാസ്സായി കഴിഞ്ഞതിന് ശേഷം ഞാൻ 2014 ജൂൺ 3-ാമത്തെ ആഴ്ച തന്നെ ഞാൻ ദില്ലിയിലേക്ക് പോയിരുന്നു. അത് മനസ്സിൽ ആദ്യമേ ഉറപ്പിച്ചു വെച്ച ഒരു സംഭവം ആയതുകൊണ്ട് ഇത്ര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ പോകണം, അവിടെ കോച്ചിങ് ചെയ്യണം, അല്ലെങ്കിൽ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യണം എന്നുള്ളൊരിത്, ബാക്കി ജോലി വേണ്ട, അങ്ങനെ ഒരു ഡൽഹിയിൽ പോകണം എന്നുള്ളത് അതിന് ശേഷമുള്ള ഒരു മോഹമായിരുന്നു. ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു നേരെ ഡൽഹിക്ക് പോകുന്നു. ഡൽഹിയിൽ പോയിട്ട് അവിടെ എവിടെയാണ്, കാരണം ഒത്തിരി കോച്ചിങ് സെന്ററുകളിലുള്ള ഇനീഷ്യലി ചെന്നുപെട്ടത് ഒരു അബദ്ധം പിടിച്ച കോച്ചിങ് സെന്ററിലായിരുന്നു. പേര് ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. വെളിപ്പെടുത്തിയ ഒരു ഗുണമുണ്ട്, വേറെ ആളവിടെ പോയി പെടൂല. പക്ഷെ അതൊരു ബ്രാൻഡ് ആയതുകൊണ്ട് അവരതിനെ എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല. അതോ എന്താണ് അതിനകത്തുള്ള കോംപ്ലിക്കേഷൻ എന്തായിരുന്നു? കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വഴിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തിയിരുന്നത്. അപ്പോൾ നമ്മൾക്കും അതിനെപ്പറ്റി കൂടുതൽ, കാരണം ഈ ഫീൽഡിൽ ഫാമിലിയിൽ നിന്ന് ആരും ഇതുവരെ പോയിട്ടില്ല. അങ്ങനെയല്ല, നമ്മൾക്കത് മനസ്സിൽ തോന്നിയതാണ്. പിന്നെ ഒരു വല്യച്ഛൻ്റെ മോനുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇതിനെപ്പറ്റി കുറച്ചൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനും അതിനെ എൻകറേജ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അമ്മയുടെ ചേച്ചിയുടെ മകൻ, മൂത്ത മകൻ. അപ്പോൾ പുള്ളിക്കാരനും പുറത്തൊക്കെ പഠിച്ചതുകൊണ്ട് ഇതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിലേക്ക് അങ്ങനെയാണ് പോയത്. ഇനീഷ്യലി ഒരു 6 മാസം വളരെ സ്ട്രഗിൾ ചെയ്തൊരു പീരീഡായിരുന്നു. 6-7 പേരുള്ള ഒരു റൂമിൽ തന്നെയായിരുന്നു താമസം. 16-17 പേർക്ക് ഒരൊറ്റ ബാത്റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ കുളിക്കാനൊന്ന്, പിന്നെ ഒരു ബാത്റൂം, ടോയ്ലറ്റ്, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ആദ്യം ഇനീഷ്യലി കുറച്ചു കാലം താമസിച്ചത്. 6 മന്ത്സ് അങ്ങനെ, ജൂൺ തൊട്ട് ഒരു ഡിസംബർ വരെ അങ്ങനെയാണ് താമസിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് സിംഗിളായിട്ട് റൂം, ഷെയറിംഗ് ബാത്റൂമിൽ, 2 പേരുടെ ഷെയറിംഗ് ബാത്റൂമിലേക്കുള്ള ഒരു സ്ഥലം അമ്മയുടെ ചേച്ചിയുടെ മകൾ ആ സമയത്ത് കുറച്ച് കാലത്തേക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യമായിട്ട് മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗുഡ്ഗാവിൽ വന്ന് താമസിച്ചിരുന്നു. അപ്പോൾ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ ഹെൽപ്പോടുകൂടി അങ്ങനെ ഒരു സ്ഥലം അന്വേഷിച്ച്, എല്ലാ ഞായറാഴ്ചകളും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് 2015 ജനുവരി തൊട്ട് അതിങ്ങോട്ട് താമസം. അല്ലല്ല, വേറെ അവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്തേക്ക് പിന്നെ താമസം മാറി. നമ്മുടെ ഈ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് വിജയ നിലവാരം എങ്ങനെയായിരുന്നു? റാങ്ക് ഹോൾഡർ ആയിരുന്നു? എങ്ങനെയാണ്? റാങ്ക് ഹോൾഡർ ആയിരുന്നു. ഒട്ടുമിക്ക സ്ഥലങ്ങളും ഫസ്റ്റ് റാങ്ക് തന്നെയായിരുന്നു. എഞ്ചിനീയറിംഗിൽ യൂണിവേഴ്സിറ്റി ടോപ്പറായിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്തിന് ടോപ്പറായിരുന്നു. പിന്നെ സ്കൂൾ കാലഘട്ടത്തിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഓൾമോസ്റ്റ് ഫുൾ എ പ്ലസ് എന്നല്ലേ പറയാൻ പറ്റും. അതേപോലെ റാങ്ക് ഇല്ലല്ലോ. നമുക്ക് ഈ ഡൽഹിയിൽ ഇവിടുന്ന് ഇപ്പം ഈ പത്രം കണ്ടു, ഈ ഇതോടുകൂടിയൊക്കെ ഡൽഹി നഗരത്തിലേക്ക് ഇപ്പം അങ്കമാലി പോയി താമസിച്ചതല്ലാതെ വേറെ നഗരത്തിൽ നിന്നും പോയി താമസിച്ചില്ല. ഞാൻ 22 വയസ്സ് വരെ ബാംഗ്ലൂരിന് മുകളിലേക്ക് ഒരു സ്ഥലം കണ്ടിട്ടില്ല. ബാംഗ്ലൂരാണ് മാക്സിമം എത്തുന്ന ലിമിറ്റ് എന്ന് പറയുന്നത്. ബാംഗ്ലൂരാണ്. ഡൽഹിയിലേക്കുള്ള പോക്ക് എങ്ങനെയായിരുന്നു? ഡൽഹിയിലേക്ക് ഇപ്പോൾ ഒരു ഹിന്ദി കുഴപ്പമില്ലാത്തൊരു കാര്യമായിരുന്നു. ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് സ്കൂളിൽ ഹിന്ദിയാണ് പഠിച്ചത്. അപ്പോൾ ഹിന്ദി സംസാരിക്കാനും എഴുതാനും പഠിക്കാനും അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ കോൺവെർസേഷൻസ് നടത്താനും വലിയ പ്രശ്നമില്ലായിരുന്നു ആൾക്കാരുമായിട്ട്. മെയിൻ അവിടെ പ്രശ്നം പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുക്കിംഗ് ഓയിലായിരുന്നു. അവിടെ ഗ്രൗണ്ട്നട്ട് അല്ല, സർസോ എന്ന് പറയും, നമ്മുടെ മസ്റ്റേർഡ്, യെല്ലോ മസ്റ്റേർഡിൻ്റെ ഓയിലാണ് അവിടെ കോമൺലി കുക്കിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിച്ചപ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു 6 മന്ത്സ് സർവൈവ് ചെയ്തതും ഈ ബ്രെഡിലും ഫ്രൂട്ട്സിലും തൈരിലും അങ്ങനത്തെ ഒരു ഇതിലാണ് ഇനീഷ്യലി ഒരു 6 മാസം സർവൈവ് ചെയ്തത്. ഇല്ല, അത് കുഴപ്പമില്ല. അവർക്ക് നമ്മളല്ലെങ്കിൽ വേറൊരാൾ, അതൊരു പ്യുവർ ബിസിനസ് മൈൻഡഡ് ആയിട്ടാണ് അവർ കാര്യങ്ങളിൽ ഡീൽ ചെയ്യുന്നത്. ഞാൻ 2014 ജൂൺ തൊട്ട് 2017 മെയ് റിസൾട്ട് വരുന്നവരെ അവിടെ ഉണ്ടായിരുന്നു. ഇല്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് പോലും പാസ്സായിരുന്നില്ല. സെക്കൻഡ് അറ്റംപ്റ്റിലാണ് കിട്ടിയത്. സെക്കൻഡ് അറ്റംപ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളൂ. അവിടെ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. എത്ര മാസം കൂടുമ്പോഴാണ് ഈ സിവിൽ സർവീസിന്റെ അന്നത്തെ എൻട്രൻസ് ഒക്കെ നടന്നിരുന്നത്? കൊല്ലത്തിൽ ഒരു പ്രാവശ്യം. അത് 3 സെഷൻ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അവിടെ ഫസ്റ്റ് 2015 അഗസ്റ്റിലായിരുന്നു പ്രിലിംസ്, നവംബർ ലാസ്റ്റ് ഡിസംബറിൽ മെയിൻസ്, അങ്ങനെ പിന്നെ മാർച്ച് തൊട്ട് അല്ലെ ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് തൊട്ടിട്ടാണ് ഇൻ്റർവ്യൂ തുടങ്ങിയിരുന്നത്. അപ്പോൾ ഞാൻ അഗസ്റ്റിലാണ് പ്രിലിംസ് കൊടുത്തത് 2016. 16 അതിന്റെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു?
അത് അവിടെ ലോക്കലായിട്ടുള്ള ഒരു സെൻറ്ററിൽ തന്നെ ആയിരുന്നു. ഡൽഹി തന്നെയാണ് എക്സാം സെൻറ്ററും കൊടുത്തിരുന്നത്. അപ്പോൾ പ്രിലിംസ് കൊടുക്കാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മെട്രോയിൽ കയറി പോയി എക്സാം സെൻറ്ററിൽ ഇറങ്ങാന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബുദ്ധിമുട്ട് തോന്നിയത് മെയിൻസിൻ്റെ എക്സാം സെൻറ്ററാണ്. മെയിൻസിൻ്റെ എക്സാം സെൻറ്റർ ദില്ലിയുടെ ഔട്ട്സ്കേർട്സ് ഹരിയാന ബോർഡറിലെ നജഫ്ഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. ഇല്ല, ഞാൻ തന്നെ പോയിരുന്നു. അച്ഛന് ഇനീഷ്യലി ആ സമയത്താണ് 2016 നോട്ട് നിരോധനം വന്നത്. ആ സമയത്ത് നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു സമയം നവംബറിലാണല്ലോ, നമുക്കൊരു 3 ആഴ്ച കഴിഞ്ഞ് എക്സാം ആയിരുന്നു. അപ്പോൾ കയ്യിൽ കാശില്ല. അതൊരു വലിയ കാര്യം. നജഫ്ഗഡ് പോലത്തെ ഒരു സ്ഥലത്ത് പോയി റൂം എടുത്ത് താമസിച്ച്, ഇത് കാരണം 4, 5, 6, 7, 8, 9 പേപ്പറോളം ഉണ്ട്. ഈ 9 പേപ്പർ എല്ലാ ദിവസവും ഉണ്ടാവില്ല. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെയാണ് രാവിലെ ഉച്ചയ്ക്കുമായിട്ട് ഇത്രയും ദിവസമൊക്കെ ഗ്യാപ്പൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഈ പേപ്പേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഏകദേശം ഒരു ആഴ്ചയോളം അവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കണം. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാങ്കിൽ പോയി ക്യൂ നിന്ന് 2000 രൂപ മാറ്റി വാങ്ങാനുള്ള ഒരു വലിയ ആ ഒരു പണി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മുടെ ഇപ്പോൾ ഫാമിലി ഫ്രണ്ട് എന്ന രീതിയിൽ അവിടെ തന്നെ കേരള ഹൗസിൽ വർക്ക് ചെയ്ത ഒരു ഫാമിലി ഉണ്ട്. ആ അങ്കിളും ആൻറ്റിയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു, ഹെൽപ്പ് ചെയ്തിരുന്നു. അവരുടെ മകനും ഇൻഫാക്ട് IAS 2 കൊല്ലം കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് ഇപ്പോൾ കേരള കാഡറിൽ IAS ഉദ്യോഗസ്ഥനാണ്. ഇന്റർവ്യൂ എന്ന് പറയുന്ന ടേം ആക്ച്വലി ശരിക്കും യൂസ് ചെയ്യാറില്ല UPSC. പേഴ്സണാലിറ്റി അസസ്മെന്റ് ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി അളക്കുക എന്നുള്ള രീതിയിലാണ് അവരതിനെ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഇൻ്റർവ്യൂ ബോർഡിൽ പല റിട്ടയർ ആയ IAS ഓഫീസേഴ്സ് കാണാം, അല്ലെങ്കിൽ പല സെക്രട്ടറി ലെവലിൽ വലിയ വലിയ റാങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ എയർ മാർഷൽ റാങ്കിലൊക്കെ റിട്ടയർ ചെയ്ത ഓഫീസേഴ്സ് ആയിരിക്കാം. ഒരേ ബോർഡ് ആയിരിക്കില്ല എല്ലാവർക്കും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് വേണ്ടിയിട്ട് ഏത് ബോർഡിലാണ് എന്നുള്ളത് നമ്മൾക്ക് ആ ദിവസമാണ് നമ്മൾ അവിടെ ഇൻ്റർവ്യൂ സെൻറ്ററിൽ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഏത് ബോർഡിലേക്കാണ് പോവുക എന്നുള്ളത് നമ്മൾ അറിയുള്ളൂ. അപ്പം ആ ഒരു 5 മെമ്പേഴ്സ് ഉണ്ടാവും. ഒരാൾ അതിൻ്റെ മെയിൻ ആയിരിക്കാം, ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ, അങ്ങനെയാണ്. ബട്ട് ഇൻ്റർവ്യൂ പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ടായിരുന്നു പോയത്. വളരെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചത്. നമ്മളൊരു ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം DAF എന്ന് പറയും. DAF നമ്മളെ കൊണ്ട് അവർ പ്രിപ്പയർ ചെയ്യിപ്പിക്കും. അത് നമ്മൾ UPSCക്ക് അയച്ചു കൊടുക്കും. മെയിൻസ് എക്സാമിൻ്റെ ശേഷം നമ്മുടെ ഹോബീസ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അവർ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് അവർ തരിക. ചിലപ്പോൾ എന്തെങ്കിലും ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻസ് തന്നിട്ട് അതിൽ ആൻസർ ചെയ്യാനുള്ള ഇത് പറയും. അപ്പോൾ അത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ കംപ്ലീറ്റ് പ്രയോറിറ്റിയാണ്. അവർ എന്താണ് ചോദിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോഴേക്കും അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ എപ്പോഴും എന്താ പറയേണ്ടത്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഡൗട്ട് തോന്നുന്ന ഒരു എക്സാമാണ്. ഒരിക്കലും നമ്മൾ ബാക്കി നമ്മൾ സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ എഴുതിയ ഒരു എക്സാം പോലെയല്ല. എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 90%, 80% മാർക്ക് കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും ഇതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിലില്ല. ഞാൻ അടുത്ത റൗണ്ടിന്, ഇൻഫാക്ട് അടുത്ത റൗണ്ടിന് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു. എൻ്റെ റിസൾട്ട് വന്ന ദിവസം ഞാൻ വൈകുന്നേരം 5 മണി വരെ അടുത്ത റൗണ്ടിൻ്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ ആ ഒരു ആഴ്ച റിസൾട്ട് വരുന്ന ഒരാഴ്ച എല്ലാ ദിവസവും ഈ ഒരു റൂമർ ഉണ്ടാവും, ഇന്ന് വരും നാളെ വരും എന്നുള്ളത്. അപ്പോൾ ഇൻഫാക്ട് 5 മണിക്ക് എന്താ പറയേണ്ടത്, റിസൾട്ട് വന്നു കഴിഞ്ഞ് 5 മണിക്ക് റിസൾട്ട് 7 മണി, ഏകദേശം 7-8 മണിക്കാണ് വന്നത്. 5 മണിയാകുമ്പോൾ നമ്മൾ ക്ലാസ് വിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇല്ല ഇന്ന് വരും അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എല്ലാ ദിവസവും കേൾക്കുന്നതാണ്, ഇതിന്റെ പുറകെ സമയം കളയാനില്ല. ഒരു 10 ദിവസം കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് ഓഫ് പ്രിലിംസ് ആയിരുന്നു ഇൻഫാക്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോവാണ്, ഞാൻ അവിടെ പോയിട്ട് നോക്കാം, എന്താന്ന് വെച്ചാലും ഇന്റർനെറ്റ് കിട്ടുമല്ലോ, ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് ചെയ്തത്, താമസ സ്ഥലത്തേക്ക്. അല്ല, ഈ ഒരു സിവിൽ സർവീസ് നിങ്ങൾ കിട്ടുന്നു, അപ്പോൾ ആ സന്തോഷം ആദ്യമായിട്ട് പങ്കുവെക്കുന്ന ആരോട്? കുടുംബത്തിലെ ആദ്യത്തെ സിവിൽ സർവീസുകാരിയാണല്ലോ. ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ റിസൾട്ട് നോക്കിയിരുന്നില്ല. ഞാൻ വീട്ടിലെത്തി ഫ്രഷായി പഠിക്കാനിരിക്കാനുള്ള ഒരു മൂഡിലായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം അങ്ങനെയൊന്നുമില്ല. ഫുൾ ടൈം നമ്മൾ തന്നെ എഫിഷ്യൻസി നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല കംപ്ലീറ്റ്ലി.
ഒരു 8-10 മാക്സിമം 12 മണിക്കൂറുള്ള പഠനമൊക്കെ നമ്മളെ കൊണ്ട് നടക്കുള്ളൂ. അതേ നടക്കുള്ളൂ, സാധിക്കുള്ളൂ. നമ്മൾ 16 മണിക്കൂർ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു 3-4 ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പെർഫോമൻസ് ഗ്രാഫ് ഒരിക്കലും പണി കിട്ടും. പെർഫോമൻസ് ഗ്രാഫ് ഒരിക്കലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് IAS എന്നുള്ളത് ആലോചിക്കാതെ IPS ഇല്ല, IAS ആയിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ്, IPS സെക്കൻഡ് പ്രിഫറൻസ് ആയിരുന്നു. പക്ഷേ യൂണിഫോമിനോട് ഒരു പ്രത്യേക ഇഷ്ടം ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തോട്ട് വന്നതല്ല, പക്ഷെ അത് എന്തോ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമല്ലല്ലോ എല്ലാവരും യൂണിഫോമിൽ. അപ്പോൾ യൂണിഫോമിൽ ഒരു സ്ത്രീ എന്നുള്ളത് വളരെ റെയർ ആയിട്ട് കാണാവുന്ന ഒരു കാഴ്ചയാണ്. ആ ഒരു റാങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്, പേരുണ്ട്. അപ്പം ആ ഒരു കാര്യം വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് കാണുന്നതാണ് നമ്മളെ ആൾക്കാർ. ഇൻഫാക്ട് ഞാൻ ശബരിമല 2020 ശബരിമല ഡ്യൂട്ടിയിൽ ആയിരുന്നപ്പോൾ എനിക്കിപ്പോഴും മറക്കാനാവാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ യൂണിഫോമിൽ നമ്മൾ ഒരാഴ്ച 10 ദിവസം അവിടെ താമസിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ മെസ്സിലെ ഭക്ഷണം കഴിച്ച് ബോറടിച്ചപ്പോൾ കുറച്ച് ദൂരത്തേക്ക് എന്നോട് പറഞ്ഞു, മാഡം കുറച്ച് ദൂരെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട്, നമുക്ക് അവിടെ പോയി കഴിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് അവിടെ പോയി കഴിക്കാം. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു ടെമ്പററി സെറ്റപ്പ് തുടങ്ങിയ സ്ഥലത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി ഒരു ദിവസം വൈകുന്നേരം രാത്രിയിൽ. അപ്പം നമ്മളവിടെ എത്തി, എൻ്റെ ഡ്രൈവറും ബോഡി ഗാർഡും കൂടെ ഉണ്ടായിരുന്നു. നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളൊരു വണ്ടി ബസ് അവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിൽ പ്രായം ചെന്ന ആൾക്കാർ, വളരെ 60-70 സമയത്തായിട്ട് പ്രായം ചെന്ന ആൾക്കാർ, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് എന്നെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഇവരെന്താണ് ഇങ്ങനെ വന്നിരുന്ന് നോക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ ഹിന്ദി അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഇതെന്താ ഇവരെല്ലാവരും ഇങ്ങനെ വന്നിരുന്ന് എന്നെ നോക്കുന്നത്, എന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു, മാഡം ഞങ്ങൾ വളരെ ഇൻറ്റീരിയർ, ആന്ധ്രാപ്രദേശിലെ വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്നവരാണ്. നമ്മൾ ഇതുവരെ യൂണിഫോമിൽ ഈ റാങ്കിൽ ഒരു സ്ത്രീനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഇൻഫാക്ട് അവർ വണ്ടിയിൽ കയറുന്നതിന് മുന്നേ ആ ഒരു 60-70 വയസ്സുള്ള ആ പ്രായത്തിലുള്ള ആൾക്കാരെ എന്നെ വന്ന് അമ്മാന്ന് വിളിച്ചിട്ട് എന്നെ നോക്കി കൈ കൂപ്പിയിട്ടാണ് അവർ പോയത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ യൂണിഫോമിലൊരു ലേഡി എന്ന് പറയുന്നത് കോൺസെപ്റ്റ് വളരെ റെയറാണ്. എസ്പെഷ്യലി ഹയർ പോസ്റ്റിങ്സിൽ അത് വളരെ വളരെ റെയറാണ്. അപ്പം അതൊരു ഫാസിനേഷൻ ആയിരുന്നു, ഇഷ്ടമായിരുന്നു. അത് ഇഷ്ടമുള്ളത് കാരണമാണ് IPSന് ശേഷം ഇന്ത്യൻ കസ്റ്റംസ് എന്നുള്ളത് കൊടുത്തത്. കാരണം കസ്റ്റംസിൽ ഒരു യൂണിഫോം ഉണ്ട്. അത് അല്ലല്ല, കസ്റ്റംസിന്റെ IRS കസ്റ്റംസിൻ്റെതും കാക്കിയാണ് ഒഫീഷ്യൽ. ഇത് IRS കസ്റ്റംസ് നമ്മൾ TV കാണുന്ന കസ്റ്റംസ് അല്ല, IRS കസ്റ്റംസിൻ്റെതും കാക്കിയാണ്. ഇല്ല, അത് തേർഡ് ഓപ്ഷൻ ആയിരുന്നു. നമ്മൾ എക്സാമിൻ്റെ മെയിൻസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രിഫറൻസ് ആയിട്ടുള്ള സർവീസസ്, ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് 10-27 സർവീസസിന്റെ ഒരു കളക്ഷൻ ആയിട്ടുള്ള എക്സാം ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ 1, 2, 3, 4 എന്ന് പറഞ്ഞ IAS ആണ് കൊടുത്തത്, IPS സെക്കൻഡ്, കസ്റ്റംസ് തേർഡ്, അങ്ങനെ ആയിട്ടാണ് കൊടുത്തത്. പിന്നെ റവന്യൂ സർവീസ് ഫോർത്ത്, അങ്ങനെയായിട്ടാണ് കൊടുത്തത്. ഇല്ല, ഫോറിൻ സർവീസ് ആണ്. ഫോറിൻ സർവീസ് എനിക്ക് പുറത്തോട്ട് പോകാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫോറിൻ സർവീസ് ഏറ്റവും 6-ാമത്തെയോ 7-ാമത്തെയോ ഓപ്ഷൻ ആയിട്ടാണ് കൊടുത്തിരുന്നത്. ഈ പരിശീലന കാലഘട്ടം ഉണ്ടായിരുന്നു സിവിൽ സർവീസിന്റെ IPS പരിശീലന കാലഘട്ടം നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദിലായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ടഫായിട്ടുള്ള ഒരു പരിശീലനമാണ്. കാരണം ഫിസിക്കലി എന്നതിനേക്കാളും മെൻ്റലി നമ്മളെ സ്ട്രോങ് ആക്കുന്ന ഒരു പരിശീലനമാണ് അത്. മെൻ്റൽ പവർ വെച്ചിട്ട് നമ്മുടെ ഒബ്സ്റ്റക്കിൾസിനെ, കാരണം നമ്മൾ ചിലപ്പോൾ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി വരെ നമുക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതെ കിട്ടില്ല. നമ്മളത് അവിടെ തന്നെ ചില സമയത്ത് നിന്ന് നിൽപ്പ് നമ്മൾക്ക് 4-5 മണിക്കൂർ നമ്മൾക്ക് അങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫിസിക്കലി ആ ഒരു ജോബിന് വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ കൂടെ മെൻ്റലി നമ്മളെ ഫിറ്റ് ആക്കുക എന്നുള്ളതാണ് ആ ഒരു ട്രെയിനിങ്ങിൻ്റെ മെയിൻ. പണി വേണ്ടാന്ന് തോന്നിയിട്ടില്ല. ട്രെയിനിങ് കാലഘട്ടങ്ങൾ കുറച്ച് വിഷമം പിടിച്ചതായിരുന്നു. കാരണം ഫിസിക്കലി നമ്മളെ ഒരുപാട് എന്താ പറയേണ്ടത് ഇതാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഫിസിക്കലി ടയേർഡാക്കും, ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്, ഹോസ്പിറ്റലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അത് കാരണം ക്ലാസ്സസ് മിസ്സായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയേണ്ടത്. എത്ര കാലമായിരുന്നു ആ പരിശീലന കാലഘട്ടം? പരിശീലന കാലഘട്ടം ഏകദേശം 2 കൊല്ലത്തിനടുത്ത് വരും. അല്ല, ഹൈദരാബാദിൽ ആദ്യം ഇനീഷ്യലി 10 മാസം മസൂറിയിലുണ്ട്. മസൂറിയിൽ പക്ഷെ അതൊരു ഫൗണ്ടേഷൻ കോഴ്സാണ്. അതിങ്ങനെ അത് എല്ലാ
ഓൾമോസ്റ്റ് എല്ലാ സർവീസസിലെ ആൾക്കാർ കൂടി ചേർന്നിരിക്കുന്ന ഒരു കോഴ്സാണ്. ഞാൻ അതും ഹൈദരാബാദിൽ തന്നെയാണ് ചെയ്തത്. ഹൈദരാബാദിൽ നിങ്ങളുടെ കൂടെ മലയാളികൾ വേറെ ഉണ്ടായിരുന്നോ? ഓ, ഉണ്ടായിരുന്നു. കേരള കാഡറിലുള്ള മലയാളികളും ഉണ്ടായിരുന്നു, അല്ലാതിരിക്കുന്ന മലയാളികളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 8 പേര് മലയാളികൾ ഉണ്ടായിരുന്നു, 5 പുരുഷന്മാരും 3 സ്ത്രീകളും. അതിൽ ബാക്കി 2 സ്ത്രീകൾ അടുത്ത കൊല്ലമാണ് അവർക്ക് ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ട് ഒന്ന് നിർത്തി പോരേണ്ടി വന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അവർ അതിന് ശേഷമുള്ള കൊല്ലമാണ് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തത്. നിർത്തി പോരേണ്ടി വന്നില്ല, ചെറിയൊരു ഷോർട്ട് സ്പാൻ ഓഫ് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒബ്സ്റ്റക്കിൾസ് ക്രോസ് ചെയ്തിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു 10-15 ഒബ്സ്റ്റക്കിൾസ് ക്രോസ് ചെയ്തിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അതിലൊരു മങ്കി റോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോഡി വെയ്റ്റിനെ താഴോട്ടാക്കി കൈയും കാലും കയറിൻ്റെ ഉള്ളിലൂടെ കുടുക്കിയിട്ട് കൈയും കാലും മൂവ് ചെയ്തിട്ട് നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ആ ഒബ്സ്റ്റക്കിൾ ചെയ്യുന്നതിൻ്റെ എക്സാമിൻ്റെ ദിവസം ആ ഒബ്സ്റ്റക്കിൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീണിരുന്നു. അങ്ങനെ ചെറിയൊരു ACL ടിയറിന്ന് ചെറുതായിട്ടൊന്ന് രക്ഷപ്പെട്ടു. ACL ടിയർ സംഭവിച്ചില്ല, പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് കുറച്ച് റെസ്റ്റും പിന്നെ ഹോസ്പിറ്റലൈസേഷനും വേണ്ടി വന്നിരുന്നു. പരിശീലനകാലത്ത് ഏറ്റവും ഓർമ്മയിൽ അതാണ് പരിശീലനകാലത്ത് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ബുദ്ധിമുട്ട് അതാണ്, ബട്ട് ബാക്കി എല്ലാം നല്ല ഓർമ്മകളാണ്. നമ്മൾ ഇത്രയും രാജ്യത്തുനിന്ന് ഇത്രയും ആൾക്കാർ ഒരേ സ്ഥലത്ത് വേറെ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ, എൻ്റെ കൂടെ പരിശീലനം ചെയ്യുന്ന ആൾക്കാരിൽ 10 കൊല്ലമായി ഡൽഹി പോലീസിൽ സേവനം അനുഷ്ഠിച്ചവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും എന്താ പറയണ്ട, കോമൺ ആയിട്ട് അത്രയും വലിയൊരു ക്രൗഡ് നമ്മൾ എവിടെയും കാണില്ല. ഇത്രയും ഡൈവേഴ്സ് ആയിട്ട് ചിലർ പരിശീലന ക്യാമ്പസ് അതൊരു ഫുള്ളി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ട്രെയിനീസിൻ്റെ എന്ന് വെച്ചാൽ 2 ഫേസ് ആയിട്ടാണ് അവിടെ ട്രെയിനിങ് നടന്നിരുന്നത്. ഫേസ് 1 ഫ്രഷ് ആയിട്ട് വരുന്ന ഓഫീസേഴ്സിന്, ഇനീഷ്യൽ എക്സാം ക്ലിയർ ചെയ്ത് വരുന്ന ഓഫീസേഴ്സിനാണ്. അത് ഏകദേശം ഒരു 120ഓളം പേരുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യയുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ മാൽദീവ്സിനും ഭൂട്ടാനിനും നേപ്പാളിനും നമ്മുടെ കയ്യിൽ ഓൾറെഡി അവിടെ കുറേ കാലമായിട്ട് പോലീസിൽ സേവനം അനുഷ്ഠിച്ചവർ ഇവിടെ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നാട്ടിൽ ഇത് കിട്ടുള്ളൂ, സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും പ്രൊമോഷനോ അങ്ങനെയുള്ളത് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ നാട്ടിലും നമ്മുടെ ഇവിടെയും മാൽദീവ്സിനും ഭൂട്ടാനിനും നേപ്പാളിനും ഓഫീസേഴ്സ് ട്രെയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളുടെ ബാച്ചിലും ഇതുപോലെ അല്ലല്ല, നമ്മുടെ ബാച്ചിൽ ആക്ച്വലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 150 പേരുടെയാണ്. പക്ഷെ നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ 1 കൊല്ലം ലീവ് എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത കൊല്ലത്തെ ബാച്ചുമായിട്ട് 1 കൊല്ലം കൂടെ എക്സാം എഴുതാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എക്സാം റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഏതെങ്കിലും കാരണം കണ്ട് ഈ കൊല്ലം ട്രെയിനിങ് ചെയ്യുന്നില്ല എന്ന് എടുക്കുന്നവർ അടുത്ത കൊല്ലത്തേക്ക് അവർ ട്രെയിനിങ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് മലയാളികൾ ഉണ്ടായിരുന്നു കൂടെ? ഉണ്ട്. ആ സമയത്ത് ഞങ്ങൾ 8 പേര് മലയാളികളാണ് ഇനീഷ്യലി ജോയിൻ ചെയ്തത്. ഒരാൾ കേരള കാഡറിലുണ്ട്, അങ്കിത് അശോകൻ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ കമ്മീഷണർ ആയിരുന്നു. പുള്ളി ഉണ്ടായിരുന്നു ആ കാലത്ത്. ബാക്കി ഒരാൾ കർണാടകയിലുണ്ട്, ഒരാൾ തമിഴ്നാട്ടിലുണ്ട്, ഒരാൾ IAS കിട്ടിപ്പോയി, പിന്നെ ഇപ്പോൾ ഗുജറാത്തിലുണ്ട്. ബാക്കി ഒരു ലേഡി ഓഫീസർ വെസ്റ്റ് ബംഗാളിലുണ്ട്, ഒരു ലേഡി ഓഫീസർ ഒഡീസയിലുണ്ട്. ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ നിങ്ങളുടെ? ഗ്രൂപ്പ് ഉണ്ട്. ചോദിക്കാം, എന്താണ് കേരളം വിട്ടു പോയതെന്ന്. എന്താണ് രീഷ്മ ഫസ്റ്റ് പോസ്റ്റിംഗ് എവിടെയായിരുന്നു? ഞാൻ ട്രെയിനിങ് കോട്ടയത്ത് ജില്ലയിലായിരുന്നു. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ ഓഫീസറായിട്ടാണ് ട്രെയിനിങ് ട്രെയിനിങ് അവിടെയായിരുന്നു. അതിനുശേഷം പെരിന്തൽമണ്ണയിലെ ASP ആയിട്ടായിരുന്നു ആദ്യത്തെ പോസ്റ്റ്. അതിനുശേഷം പിന്നെ ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 മാസം ഹൈദരാബാദ് പോയിരുന്നു. അപ്പോഴാണ് ലോക്ക്ഡൌൺ നടക്കുന്നത്, നമ്മുടെ ഫസ്റ്റ് 2020 ലോക്ക്ഡൌൺ. പിന്നെ അത് വീട്ടിലിരുന്ന ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് റീജോയിൻ ചെയ്തപ്പോൾ പോസ്റ്റിംഗ് ACP, അന്ന് ASP തന്നെയായിരുന്നു. അന്ന് കണ്ണൂർ കമ്മീഷണറേറ്റ് റൂറലും സിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റാങ്കിലായിരുന്നു അന്ന് നാർക്കോട്ടിക് സെല്ലിൽ. എൻ്റെ ഹസ്ബൻഡും ഒരു IPS ഓഫീസറാണ്, പുള്ളിയുടെ കാഡറാണ് ജാർഖണ്ഡ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ട്രെയിനിങ് സമയത്ത് പരിചയപ്പെട്ടതാണ്. ട്രെയിനിങ് സമയത്തുള്ള പ്രണയം മാത്രം. അപ്പോൾ 2019 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. പക്ഷേ 2019 കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 കൊല്ലത്തോളം നമുക്ക് ഈ കോവിഡിൻ്റെ കാരണം പിന്നെ ജാർഖണ്ഡിൽ ഓഫീസേഴ്സിൻ്റെ വളരെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് പുള്ളീനെ റിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 1 കൊല്ലത്തോളം വെയിറ്റ് ചെയ്ത് നമ്മൾക്ക് പിന്നീട് ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരള കാഡറിന്ന് മാറി ജാർഖണ്ഡ് കാഡറിലോട്ട് പോയത്. കേരളത്തിൽ എത്ര കാലം മൊത്തം സർവീസ് ഉണ്ടായിരുന്നു? ഏകദേശം ഒരു 1.5 കൊല്ലം. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നാട്ടിലെ ഓർക്കാൻ പറ്റിയത് അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. 2019 ഇലക്ഷൻസ്, നിയമസഭ ഇലക്ഷൻസ്, ലോക്സഭ ഇലക്ഷൻസ് ഏറ്റുമാനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയിരുന്നപ്പോഴാണ് നടത്തിയത്. അത് കഴിഞ്ഞ് നിലമ്പൂർ അവിടെയൊക്കെ
മാവോയിസ്റ്റ് പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഉള്ളിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നതും അവിടെയും ഒരു 4-5 മാസം വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ എഗെയിൻ ട്രെയിനിങ്ങിന് പോകേണ്ടി വന്നു. അതിൻ്റെ ഇടയിലും SHO-ഷിപ്പിന് ശേഷം ഒരു 3 മാസം നമ്മുടെ ഫേസ് 2 ട്രെയിനിങ് നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദിലുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് വരണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ 1.5 കൊല്ലത്തിൽ ഒരു 6 മാസം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് തന്നെ ആയിരുന്നു. നമ്മുടെ SHO പോസ്റ്റ് എന്ന് പറഞ്ഞൊരു രസമുള്ള സംഭവമാണ്. കാരണം സ്റ്റേഷനിൽ ഒരു SI ഉണ്ടാവും ഓൾറെഡി. അവിടെയാണ് താങ്കൾ SHO പോസ്റ്റ്. താങ്കൾ ഒരു IPS കാരിയാണ്. എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? കാരണം ഒരു IPS സാധാരണ ലോക്കൽ പോലീസ് അടുക്കാൻ കുറച്ച് എപ്പോഴും ഒരു തീ കായുന്ന ദൂരത്തിലെടുക്കും. ഇല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇന്നേ വരെ നമ്മൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് എവിടെയും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനീഷ്യലി ചെറുതായിട്ടൊന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ പിന്നീട് അതൊരു വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ടീം വർക്ക് ആയിട്ടാണ് എപ്പോഴും. പോലീസിങ് ഒരിക്കലും ഒരു സിംഗിൾ പേഴ്സൺ ജോബല്ല, അത് എപ്പോഴും ഒരു ടീം വർക്കാണ്. നമ്മൾക്ക് കിട്ടുന്ന സക്സസ് ആയാലും നമ്മൾക്ക് കിട്ടുന്ന അനുമോദനങ്ങളായാലും അതെല്ലാം നമ്മുടെ ആ ടീം കാരണമാണ് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. SHO പോസ്റ്റിൽ ഇരിക്കുമ്പം ഏറ്റവും ആദ്യം ഒരു സ്റ്റേഷന്റെ ചുമതല കിട്ടിയല്ലോ. സ്റ്റേഷന്റെ ചുമതല ഇട്ടിട്ട് ആദ്യം കൈകാര്യം ചെയ്യുന്ന കേസ് ഏതായിരുന്നു? ഒരു ആക്സിഡന്റ് കേസാണ്. ആ കേസിൽ പ്രതിക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് കോടതി വഴി. ആദ്യത്തെ കേസ് വരുന്നത് അതിപ്പോ 2022 ആ വിധി വന്നത്. 2022 ഞാൻ കോട്ടയത്തിന് അതിന്റെ വിറ്റ്നസിന് വേണ്ടിയിട്ടും വന്നിരുന്നു. അപ്പോൾ ഒരേ കുടുംബത്തിലെ അമ്മയും 2 മക്കളെയും ഇടിച്ചു തെറിപ്പിച്ച ഒരു ആക്സിഡന്റ്, ഒരു അല്ല മനഃപൂർവ്വം ഉള്ളതല്ല, പക്ഷേ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിലാണ് നമ്മൾ അന്ന് ചാർജ് ഷീറ്റ് കൊടുത്തത്. 304 മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് നമ്മൾ അന്ന് ചാർജ് ഷീറ്റ് കൊടുത്തത്. കോടതി അത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ തന്നെ ട്രയൽ നടത്തി അതിൽ തന്നെ സക്സസ്ഫുള്ളി കൊടുത്തു. SHO ആയിരിക്കുമ്പോൾ ഫസ്റ്റ് ഹാൻഡിൽ ചെയ്ത കേസ് അതാണ്. ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടുന്നത് പെരിന്തൽമണ്ണ. അത് കഴിഞ്ഞ് ഇവിടുന്ന് ജാർഖണ്ഡിലേക്ക് പോവുകയാണല്ലോ. ജാർഖണ്ഡിൽ പോയിട്ട് ഫസ്റ്റ് പോസ്റ്റിംഗ് എവിടെയാണ് കിട്ടുന്നത്? ജാർഖണ്ഡിൽ പോയിട്ട് ഫസ്റ്റ് പോസ്റ്റിംഗ് കോമ്പോസിറ്റ് കൺട്രോൾ റൂം, റാഞ്ചി നമ്മളെ സ്റ്റേറ്റ് ക്യാപിറ്റലാണ്. അവിടുത്തെ കോമ്പോസിറ്റ് കൺട്രോൾ റൂമിൽ ASP ആയിട്ടാണ് ഫസ്റ്റ് പോസ്റ്റിംഗ് അവിടെ കിട്ടുന്നത്. അത് ഫുൾ ലോ ആൻഡ് ഓർഡർ, നഗരത്തിലെ മൊത്തം CCTV, ഹൈവേ പെട്രോളിംഗ്, പോലീസ് കൺട്രോൾ റൂം വെഹിക്കിൾസ്, അതിൻ്റെയൊക്കെ മാനേജ്മെന്റിന്റെ അതിൻ്റെയൊക്കെ ഇൻചാർജ് ആയിട്ടുള്ള ASP ആയിട്ടാണ്. കേരളം പോലുള്ളൊരു കൊച്ചു നഗരം, ഇവിടെ പിന്നെ അത്രയല്ലേ ഉള്ളൂ സംവിധാനങ്ങൾ. അതിൽ നിന്ന് റാഞ്ചി പോലുള്ളൊരു സ്ഥലത്തേക്ക് റാഞ്ചി എന്ന് വെച്ചത് ഒന്നാമത് സ്റ്റേറ്റ് ക്യാപിറ്റലാണ്. അപ്പോൾ അവിടെ റിസോഴ്സസ് ആൻഡ് പ്രോബ്ലംസ് രണ്ടും ഹാൻഡിൽ ചെയ്യാൻ വളരെ വലുതാണ്. പക്ഷേ ഇനീഷ്യലി ആ കാലഘട്ടത്തിൽ കോവിഡിന്റെ കാലഘട്ടം ആയതുകൊണ്ട് ആൾക്കാർ അത്ര ഒരു ചലഞ്ചിങ് ആയിരുന്നില്ല ആ ഒരു സമയം. പക്ഷേ ആ കൊല്ലം 2021 ദുർഗാപൂജ വളരെ കേമമായിട്ട് കൊണ്ടാടുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ 2 കൊല്ലവും ഈ കോവിഡ് കാരണം ദുർഗാപൂജ പണ്ടാലിടുന്നതിനും അതിനുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2021 ആ റെസ്ട്രിക്ഷൻസ് തുറന്നു കൊടുത്തത്. അപ്പം ഫസ്റ്റ് മേജർ അവിടെ ലോ ആൻഡ് ഓർഡർ ഫേസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 2021 ദുർഗാപൂജ ആൻഡ് ട്രാഫിക് മാനേജ്മെന്റ്. ആ സമയത്ത് എനിക്ക് ASP ആയിരുന്നപ്പോൾ കൂടെ SP ട്രാഫിക്കിന്റെ ചുമതല കൂടെ അവിടെ ഉണ്ടായിരുന്നു, അഡീഷണൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ട്രാഫിക് മൂവ്മെന്റ് ആൻഡ് ക്രൗഡ് കൺട്രോൾ മൂവ്മെന്റ് ആയിരുന്നു ആദ്യമായിട്ട് അവിടെ പേഴ്സണലി ഹാൻഡിൽ ചെയ്ത ഒരു നല്ലൊരു ടാസ്ക്കാണ്. നല്ല സക്സസ്ഫുള്ളി മാനേജ് ചെയ്തു, സ്മൂത്ത് ആയിട്ട് ചെയ്തു. SP ആയിട്ട് ഫസ്റ്റ് പോസ്റ്റിംഗ് പ്രൊമോഷൻ പോസ്റ്റിംഗ് SP ആയിട്ട് ധൻബാദ് റൂറലിലാണ് ഫസ്റ്റ് പോസ്റ്റിംഗ്. പ്രൊമോഷൻ റൂറൽ SP ആയിട്ടാണ് 22 മാസത്തോളം ധൻബാദ് റൂറൽ. പിന്നെ അത് കഴിഞ്ഞ് റൂറൽ അത് കഴിഞ്ഞ് എനിക്ക് 15 മാസത്തോളം സിറ്റിയുടെയും അഡീഷണൽ ചാർജ് കിട്ടിയിരുന്നു. അപ്പം കയ്യിലായിരുന്നു. സിറ്റി ആൻഡ് റൂറൽ, പോലീസ് സ്റ്റേഷൻ ആൻഡ് OP ഇൻക്ലൂഡ് ചെയ്ത് 56 ഉണ്ടായിരുന്നു. ക്രൈം റേറ്റ്സ് അവിടെ കൂടുതലാണ്. എസ്പെഷ്യലി ധൻബാദ് എന്ന് പറയുന്നത് കോൾ മൈനിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബംഗാളുമായിട്ട് വലിയൊരു ബോർഡർ പങ്കിടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ലോക്കൽസിനേക്കാളും പുറത്തുനിന്ന് വന്ന് ലേബേഴ്സായിട്ട് താമസിക്കുന്നവരാണ് ഈ കോൾ മൈനിങ് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പം അതുമായിട്ടുള്ള ഒരുപാട് കംപ്ലയിൻസും അതുമായിട്ടുള്ള ഒരുപാട് ക്രൈംസും ഗ്യാങ് വാർസും അതൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട് അവിടെ.
അവിടെ അവിടെ മറ്റ് ലോ ആൻഡ് ഓർഡർ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെടാതെ ഉണ്ടാകുന്ന ലോ ആൻഡ് ഓർഡർ? പൊളിറ്റിക്കലായിട്ട് ലോ ആൻഡ് ഓർഡേഴ്സ് അങ്ങനെ ഉണ്ടാവാറില്ല. കമ്മ്യൂണൽ ലോ ആൻഡ് ഓർഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ധൻബാദിലും പലമൂൽ ഇതുവരെ ഞാൻ പോസ്റ്റ് ആയിരുന്ന സമയത്ത് കമ്മ്യൂണലായിട്ട് ഒരു ലോ ആൻഡ് ഓർഡറും എനിക്ക് പലമൂൽ ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല. ധൻബാദിൽ 22 മാസം, ഏകദേശം 2 വർഷം. പിന്നെ പലമൂൽ SP ആയിട്ട്. പിന്നെ ഈ ധൻബാദും പലമൂലും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ഡിസ്റ്റൻസ്? നമ്മള് ഒരു 6 മണിക്കൂർ ട്രാവലിംഗ് ഡിസ്റ്റൻസ്. അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഭൂമിശാസ്ത്രം ഈ പറഞ്ഞ ബംഗാളുമായിട്ടാണ് ബോർഡർ വരുന്നത്. അവിടുത്തെ എങ്ങനെയാണ്, കാടാണോ എങ്ങനെയാണ്? അല്ലല്ല, അത് ഫുൾ മൈനിങ് ഏരിയ ആണ്. അവിടെ കാട് എന്നുള്ളത് ധൻബാദ്. പലമു എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ്. ബീഹാറിലെ ഔറംഗാബാദ്, ഗയ എന്ന ഡിസ്ട്രിക്ട്സുമായിട്ട്, റോഹ്താസ് എന്ന് പറയുന്ന ഡിസ്ട്രിക്ട്, 3 ഡിസ്ട്രിക്റ്റുമായിട്ട് ബോർഡർ ചെയ്യുന്ന, അതിർത്തി പങ്കിടുന്നതാണ്. ഓൾമോസ്റ്റ് നോർത്തേൺ മോസ്റ്റ് ഏരിയ ആണ്. പ്രധാനം കൃഷി തന്നെയാണ് അവിടെ. അവിടെ റൈസ്, വീറ്റ്, പിന്നെ എല്ലാ വിധത്തിലുള്ള കൃഷികളും അവിടെ ഉണ്ട്. പക്ഷെ എറിഡ് സോൺ ആണ്. വെള്ളത്തിന്റെ അവൈലബിലിറ്റി അവിടെ ഒരു പ്രോബ്ലം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഏതാണ് പ്രധാനമായിട്ടും? അവിടുത്തെ ലോ ആൻഡ് ഓർഡർ എന്ന് വെച്ചാൽ അവിടെ ചെറിയ ചെറിയ ഇഷ്യൂസ്, വളരെ നിയമപരമായിട്ട് കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരു പബ്ലിക്കാണ് അവിടെ. വളരെ ലീഗലി അവെയർ ആയിട്ടുള്ള ഒരു പബ്ലിക്കാണ്. ബീഹാർ അങ്ങനെയല്ലല്ലോ, നമ്മൾ കേട്ടിട്ടില്ല. ബീഹാർ മുറിച്ചിട്ടാണല്ലോ ഈ സാധനം ഉണ്ടാകുന്നത്. ബീഹാറിലും പക്ഷെ ബീഹാറിന്റെ നമ്മൾ കേട്ടിട്ട് ലാലുജിയുടെ ബീഹാർ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടെടുക്കുന്നത് ബീഹാർ ഒരുപാട് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ് ബീഹാറിൽ, ഞാൻ താമസിച്ചിട്ടുള്ളതാണ് പാറ്റ്നയിലും. അവിടുന്നൊക്കെ ഒരുപാട് ഇപ്പൊ ബീഹാർ മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണലി കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു സർവീസ് പീരീഡിൽ എനിക്ക് ഇന്നേ വരെ കമ്മ്യൂണൽ ഇഷ്യൂസ് പലമൂല് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഗ്രാമതല ഇല്ല അങ്ങനെയില്ല. ഇല്ല, അതൊന്നുമില്ല. അതൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇല്ല കോടതിയൊക്കെ ഗ്രാമ മുഖ്യന്മാര് തീരുമാനിക്കുന്നതാണ്. ഇല്ലില്ല, ഗ്രാമമുഖ്യന്മാര് ഏതെങ്കിലും 2 ഫാമിലിയുടെ അതിർത്തി വരമ്പിന്റെ പ്രശ്നമൊക്കെയാണ് ഇപ്പോഴും തീർക്കുന്നത്. ബാക്കി അല്ലാത്ത കാര്യങ്ങൾ അവർക്കും ഇപ്പൊ ലീഗലി അവരും അറിയുന്നുണ്ട്, അവരും വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് അവരും അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരും നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരും. അവരും നല്ല സപ്പോർട്ടീവ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഉത്തരേന്ത്യൻ പോലീസിലേക്ക് എപ്പോഴും സിനിമയിൽ ഭയങ്കര ഹാർഡായിട്ട് കാണിക്കുക, മുറുക്കി തുപ്പി, വെള്ളമൊഴിച്ച്, ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം അഴിച്ച്, എല്ലാ നമ്മുടെ സിനിമയിലൊക്കെ പോലീസിന് കുറച്ചുകൂടി ഗ്രാഫ് ഉണ്ട്. ഈ മറ്റ് സിനിമകളിലൊക്കെ ഈ കഥാപാത്രങ്ങൾ എപ്പോഴും വില്ലന്മാരും ഭയങ്കര ഭീകരന്മാരും അങ്ങനെയുള്ള സബോർഡിനേറ്റ്സ് ആണോ? ഒരിക്കലും അല്ല, അങ്ങനെയുള്ള ഒരു സബോർഡിനേറ്റ്സേ അല്ല എനിക്ക് 2 സ്ഥലത്തും വർക്ക് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീമാണ്. ഞാൻ എപ്പോഴും അവിടെയും ഇതുവരെ കൊടുത്ത ഇന്റർവ്യൂസിലും എല്ലാത്തിലും ഞാൻ പറയാറുണ്ട്, നമ്മൾക്ക് എപ്പോഴും ഒരു SP സക്സസ് എന്ന് പറയുന്നത്, SP ഡയറക്ട്ലി റെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളന്റെ പുറകിൽ ഓടുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. സിനിമയിലും വളരെ കുറവാണ്. സിനിമയിലും നമ്മളിപ്പോൾ ആസിഫ് അലി രേഖാചിത്രമായാലും ബാക്കി എല്ലാ ഇതിലും ആയാലും ഒരു DSP ലെവലിലെ റാങ്ക് വരെ ഉള്ളൂ. SP പോസ്റ്റ് ഇപ്പോഴും ഒരു മാനേജറിയൽ പോസ്റ്റാണ്. കാര്യങ്ങൾ അല്ല, ഹ്യൂമൻ റിസോഴ്സസ് ആയാലും വെഹിക്കിൾസ് ആയാലും എല്ലാ റിസോഴ്സസും മാനേജ് ചെയ്ത് ആ ഒരു സിസ്റ്റത്തിനെ സ്മൂത്ത്ലി ഫങ്ഷൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇമ്പോർട്ടൻറ്റ് ലോ ആൻഡ് ഓർഡർ, ഇമ്പോർട്ടൻറ്റ് ക്രൈം സീൻ, ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും അത് SP സ്വന്തമായി തീരുമാനിച്ച് സ്വന്തമായിട്ട് ലീഡ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഫീൽഡിലെ പ്രസൻസ്. ഫീൽഡിലില്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഗ്രാമത്തിൽ പോയിട്ട് ആൾക്കാരോട് സംസാരിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള ഒരു മാനേജീരിയൽ പോസ്റ്റിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിന്റെ അക്കോർഡിംഗ്ലി അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ ഈ പറഞ്ഞല്ലോ മറ്റ് വിഷയങ്ങൾ, മാവോയിസ്റ്റുകളുടെ ഒരു ത്രെട്ട് അതെങ്ങനെയാണ്? മാവോയിസ്റ്റുകളുടെ 2-3 ട്രെയിനിങ് ക്യാമ്പ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ചക്രബന്ധ എന്ന് പറയുന്ന ഫോറസ്റ്റ്. ആ ചക്രബന്ധ എന്ന് പറയുന്ന ഫോറസ്റ്റ് അല്ല എൻ്റെ ജുഡിസ്ട്രിക്ഷൻ അല്ല, പക്ഷേ അതിൻ്റെ കണ്ടിന്യൂസ് പാച്ച് എൻ്റെ ജുഡിസ്ട്രിക്ഷനിൽ വരും. ആൻഡ് എക്സാക്ട്ലി ഗയ ജില്ലയിലാണ്, നമ്മുടെ ബോർഡറിലാണ് അത് ഉണ്ടാവുക. അപ്പം 2021-22 ഓപ്പറേഷൻസിൽ അത് കംപ്ലീറ്റ്ലി സെക്യൂരിറ്റി ക്ലിയർ ചെയ്യാൻ പറ്റി. ഒരുപാട് പേര് കീഴടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇൻഫാക്ട് എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ 40 കൊല്ലം 10 ലക്ഷം രൂപ റിവാർഡുള്ള ഒരാളെ ഞങ്ങൾ പിടിച്ചിരുന്നു. എൻ്റെ ടീം 40 കൊല്ലത്തോളം അയാൾ മാവോയിസ്റ്റുകളുമായിട്ട് എന്താ പറയേണ്ടത്, അവരുടെ കൂടെ വളർന്നു എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ. അയാളുടെ വീട്ടിൽ എൻ്റെ ഒരു ടീം ഞാൻ അയച്ചിരുന്നു. അയാളെ പിടിക്കുന്നതിന് ഒരുപാട് മുന്നേ സറണ്ടർ ചെയ്യാനുള്ള ഒരു ഓഫർ കൊടുത്തിട്ട് വളരെ പരിതാപകരമായിട്ടാണ് അവരുടെ സാമ്പത്തിക
സ്ഥിതിയുള്ളത്. കുടുംബ പശ്ചാത്തലം വളരെ ദരിദ്രമാണ്. അയാളുടെ 17-ാമത്തെയോ 18-ാമത്തെയോ വയസ്സിൽ നാട്ടിൽ എന്തോ ചെറിയൊരു അടിപിടി പെശകായിട്ടുള്ള എന്തോ ഒരു കാര്യം നടന്നതിന് അന്നത്തെ ഒരു ബാക്ക്ലാഷ്, അന്ന് ബാക്കിയുള്ളവർ കൂടി എന്നെ തല്ലി എന്നെ കൊല്ലും എന്നുള്ള ഒരു പേടിയിലാണ് പോയിട്ട് മാവോയിസ്റ്റ് ഇതിൽ ചേർന്നത്. ഐഡിയോളജിക്കലി ഡ്രിവൺ ആയിട്ടോ അതൊന്നുമില്ല. അത് അവിടെ എത്തിയതിന് ശേഷം അവിടുത്തെ കോച്ചിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ട് അതിനകത്തായിട്ട് മാറിയതാണ്. 40 കൊല്ലത്തോളം ഒരുപാട് സെക്യൂരിറ്റി ഫോഴ്സസിന്റെ എൻകൗണ്ടറിൽ അയാൾ ഇതായിട്ടുണ്ട്. അവിടുത്തെ ടോപ്പ് മോസ്റ്റ് കമാൻഡറിന്റെ കുക്കായിട്ട് പിന്നെ അയാൾ അപ്ഗ്രേഡ് ചെയ്തു. ഏരിയ കമാൻഡർ പോസ്റ്റ് കൊടുത്തു. 10 ലക്ഷത്തിന്റെ സർക്കാർ, 10 ലക്ഷം ജാർഖണ്ഡ് സർക്കാർ, 3 ലക്ഷം ബീഹാർ സർക്കാരിന്റെ ഇനാമുള്ള ഒരാളായിരുന്നു. പിടിച്ചു കൊണ്ടുവന്നിരുന്ന് അയാളുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഇനീഷ്യലി സിമ്പത്തിയാണ് തോന്നുന്നത്. ഈ 40 കൊല്ലം എന്തിനു വേണ്ടി ഇവർ പോരാടി എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. ഇവരെ സംഭവം അതാണ്, ഇവരെ യൂസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇവരെ യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു കാര്യം ഇവർക്ക് അറിയില്ല. ഉണ്ട്. അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്ന വളരെ ചുരുക്കം പേരാണ്. ബാക്കിയുള്ളവരെ ത്രെട്ടൻ ചെയ്ത് ബാക്കിയുള്ളവർ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു 5 ലക്ഷം രൂപ റിവാർഡുള്ള ഒരാളുടെ മേൽ ഒരു 5 ലക്ഷം രൂപ റിവാർഡ് പ്രഖ്യാപിച്ചു. അയാളുടെ കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ബന്ധുക്കളുമായിട്ട് ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ഒരു ട്രാക്ടർ കത്തിച്ച കേസിൽ ഇയാളുടെ പേര് അവർ കൊടുത്തു. പക്ഷേ ആ കേസ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കേസിൽ അറസ്റ്റ് ഭയന്നാണ് ഇയാൾ ഓടിപ്പോയിട്ട് സംഘടനത്തിൽ ചേരുന്നത്. അതിനുശേഷം നമ്മൾ ഇവരുടെ ഫാമിലീനെ അപ്രോച്ച് ചെയ്തു, ഒരുപാട് ഇവരെ കൺവിൻസ് ചെയ്തു വന്ന് കീഴടങ്ങാൻ. പക്ഷെ വന്ന് കീഴടങ്ങുമ്പോൾ ഇവർക്ക് പേടി, ഇനിയുള്ള കാലം മൊത്തം ജയിലിൽ കിടക്കണം, അല്ലെങ്കിൽ അവര് അറസ്റ്റ് ചെയ്തതാണെങ്കിൽ നമ്മൾ ജയിലിലേക്ക് വിടും, മറ്റേതാണെങ്കിലും സറണ്ടർ ചെയ്തതാണെങ്കിലും ജയിലിലേക്ക് വിടും. പക്ഷെ സറണ്ടർ ചെയ്ത് അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അവരുടെ മേൽ എത്രയാണോ ഇനാം അത് അവർക്ക് കൊടുക്കും, പ്ലസ് അവർക്ക് തന്നെ കൊടുക്കും. അവര് 10 ലക്ഷത്തിന്റെ ഇനാമി വന്ന് ഇപ്പം SP-യുടെ DC-യുടെ മുന്നിൽ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ആ പൈസ അവർക്ക് അവർക്ക് തന്നെ കിട്ടും. പിടിച്ചു അറസ്റ്റ് ചെയ്തതാണെങ്കിൽ അത് ആ പിടിച്ചു കൊടുത്ത ടീമിനാണ് കിട്ടുക. അവർക്ക് ആ പൈസ കിട്ടും. പിന്നെ 4 ഡെസിമൽ ലാൻഡ് കിട്ടും വീടെടുക്കാൻ. അവര് വീടെടുക്കുന്നവരെ വീട്ടിലെ വാടക സർക്കാർ കൊടുക്കും. അവരുടെ മക്കളെ എഡ്യൂക്കേഷന്റെ ചിലവ് സർക്കാർ എടുക്കും. അവർക്ക് വക്കീലിന് ജാമ്യത്തിന് വലിയ ഓഫറാണ്. ഇൻഫാക്ട് ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സറണ്ടർ പോളിസി എന്ന് പറയുന്നത് ജാർഖണ്ഡ് ഗവൺമെന്റിന്റെയാണ്. കീഴടങ്ങാൻ 2 മെയിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അല്ല, നമ്മള് പോകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു നക്സലിസത്തിന്റെ ലാസ്റ്റ് ഫേസ് 2022 നക്സലിസത്തിന്റെ ഒരു ലാസ്റ്റ് ഫേസ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ചൈബാസ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് 1 കോടി ഇനാമുള്ള ഒരു ആള്. അത് ഒരുപാടുണ്ട് അങ്ങനെ. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ള സ്ഥലത്ത് 10-15 ലക്ഷം ഉള്ളവർ 1-2 പേര് മാത്രമാണ് ഇപ്പോൾ. ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. റോഡ് കൺസ്ട്രക്ഷനിൽ ഉണ്ടായിരുന്ന വണ്ടി 7-8 വണ്ടി ഇവർ കത്തിച്ചിട്ടുണ്ട്. പിന്നെ 2 സ്ഥലത്തും അങ്ങനെയായിരുന്നു. റോഡ് കൺസ്ട്രക്ഷനിൽ ഇൻവോൾവ് ചെയ്ത വണ്ടികൾ കത്തിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. അങ്ങനത്തെ ഒരു പവർ ഇതിലേക്ക് അവരിപ്പോ ഇല്ല. തീർന്നു. ഓൾമോസ്റ്റ് ഡിക്ലൈൻ ആയി കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ കഥ ഇപ്പോൾ ഉള്ളത്. തെരഞ്ഞെടുപ്പിന്റെ സമയം എന്ന് വെച്ചാൽ പലമൂല് പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് പലമു. അവിടെ 2019 ഇലക്ഷൻസിൽ ഒരു കാൻഡിഡേറ്റ് സ്വന്തം പിസ്റ്റല് ഒരു ബൂത്തില് എന്താ പറയേണ്ടത് ഉയർത്തി കാണിച്ചതിന്റെ ഇതൊക്കെ ആയിട്ടുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു ഇലക്ഷൻ ദിവസം തന്നെ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു ഏരിയ വളരെ സെൻസിറ്റീവാണ്. ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസിൽ എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ ഇലക്ഷൻസിന് പീസ്ഫുള്ളി ഒരു നക്സൽ ഇൻസിഡന്റ് ഇല്ലാതെ, ഇൻഫാക്ട് 2019 ഇലക്ഷൻസിൽ BJP-യുടെ ഓഫീസ് കാര്യാലയം നക്സലികൾ ബോംബിട്ട് തകർത്തിരുന്നു. അതല്ലാതെ ഒരു ബ്രിഡ്ജ് അണ്ടർ കൺസ്ട്രക്ഷനായുള്ള ഒരു ബ്രിഡ്ജ് ബോംബിട്ട് തകർത്തിരുന്നു. അതല്ലാതെ മാർക്കറ്റിൽ AK-47 വെച്ചിട്ട് ഒരാളെ നക്സൽ സപ്പോർട്ടർ ആയിരുന്നു എന്നുള്ള പേരിൽ ഒരാളെ വെടിവെച്ച് കൊന്നിരുന്നു. 2019 വരെ ഇതായിരുന്നു. പക്ഷേ അതിനുശേഷം ഓൾ ഓവർ സ്റ്റേറ്റ് ലെവലിൽ നടന്ന ഓപ്പറേഷൻസിൽ 2019 ശേഷമുള്ള ഓപ്പറേഷൻസിൽ നക്സലിസം ഒരുപാട് കൺട്രോൾ ആയിട്ടുണ്ട്. ഇൻഫാക്റ്റ് എൻ്റെ ഹസ്ബൻഡിനും
യൂണിയൻ ഹോം മിനിസ്റ്റർ സ്പെഷ്യൽ ഓപ്പറേഷൻസ് മെഡൽ നക്സലിസത്തിനും അങ്ങനെയുള്ള ഒരുപാട്. രണ്ടുപേരും ഇതിന് തീരുമാനമെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതും പുള്ളിക്കാരൻ ഈ അടുത്ത് അതും അവാർഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ നിങ്ങളുടെ സെക്യൂരിറ്റി ഇവിടത്തേക്കാൾ ടൈറ്റ് ആയിരിക്കും നിങ്ങൾ ഓഫീസേഴ്സ്? ഓഫീസേഴ്സിന്റെ സെക്യൂരിറ്റി ഇവിടെ ഇവിടെ ആ ഒരു ഗൺമാനും ചിലപ്പോ ഒരു വണ്ടി ഇവരുടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഒരു വണ്ടി കൂടെ ഉണ്ടാകാറുണ്ട്. അവിടെ നമ്മുടെ എസ്കോർട്ട് പാർട്ടി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നീട് പെർ SP 3-4 ബോഡി ഗാർഡ് AK-47 എടുത്ത ബോഡി ഗാർഡ്സും എപ്പോഴും ട്രാവൽ ചെയ്യുന്നുണ്ടാവും. സിവിലില് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കൺസീൽഡ് വെപ്പൺ ചെറിയ പിസ്റ്റലോ വെച്ചിട്ട് അവരെന്തായാലും കൂടെ ഉണ്ടാവും. അതാണ് നോർമൽ. ഹസ്ബൻഡിന്റെ പേര് അഞ്ജനി അഞ്ജൻ IPS. ലേഡി പേരായിട്ടാണ് തോന്നുന്നത്. പട്ന ജില്ലയിലാണ്. ഇല്ല, 5 കൊല്ലമായി. തിരിച്ചു വരുമോ കേരളത്തിലേക്ക്? വരും. കുറച്ച് നമുക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കേരളമാണോ അവിടെയാണോ? നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ എവിടെയായാലും ജോലി ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഉള്ളത്. ഇല്ല, ഇതുവരെ ഇല്ല. ഒന്നുമില്ല. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരുമായിട്ട് ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ സമയം തീരുകയാണ്. നല്ല രസകരമായിട്ട് ഇത് അവസാനം വന്നപ്പോൾ ഒരു ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ 1 കോടി ഇനാമുള്ള ആള്, 10 ലക്ഷമുള്ള ആള്, അവർ ചെയ്യുന്ന പണികളൊക്കെ കേട്ടില്ല. 5-8 വാഹനങ്ങളൊക്കെ അപ്പോൾ കത്തിച്ച് കളയുക, ചെറിയ പണികളല്ല ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മുടെ കതിരൂരിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം. അങ്ങ് ജാർഖണ്ഡിൽ ഒരു IPSകാരിയായി ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു അഭിമാനമാണ്. ഇത് കാണുന്ന പ്രേക്ഷകർക്കും, നിങ്ങളൊക്കെ വളർന്നു വരുന്ന മക്കളൊക്കെ ഇതിനകത്തുണ്ട്, ആകണം നമുക്കും സിവിൽ സർവീസിൽ ഇതുപോലെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും സേവനം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത്. പറഞ്ഞു കേട്ടില്ലേ, ഇപ്പം നക്സലുകളെയൊക്കെ കൈകാര്യം ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം എന്താണ് അവർ ഹോണർ ചെയ്ത് എവിടെ വെച്ചിട്ടായിരുന്നു? അത് ഗവർണർ ആണ് അവാർഡ് തന്നത്. റാഞ്ചിയിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടന്നിരുന്നത്. നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്, നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസർ ഒരു സീനിയർ IAS ഓഫീസറാണ്. പുള്ളിക്കാരന് അതേ ദിവസം ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേന് പ്രസിഡന്റിന്റെ വക അംഗീകാരം കിട്ടിയിരുന്നു. ഡൽഹി പോയിട്ട് നമ്മൾക്ക് ഗവർണർ വഴി ഉള്ള അംഗീകാരമാണ് തന്നത്. അത് ആലോചിക്കണം, നമ്മുടെ കതിരൂരുകാരിയാണ് ജാർഖണ്ഡിൽ ഏറ്റവും സമാധാനപരമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ആദരവ് ഏറ്റുവാങ്ങിയത്. നമ്മുടെ നാട്ടിലൂടെ അത്യാവശ്യം പെട്ടി തട്ടിക്കൊണ്ടുപോക്കും, ബൂത്ത് പിടുത്തവും അങ്ങോട്ട് ബോംബിറക്കി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇല്ല, പക്ഷേ അവിടെ അതല്ല സ്ഥിതി. അതിനെല്ലാം മറികടന്ന് സമാധാനപരമായ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ആളുകൾക്ക് വഴിയൊരുക്കുന്നു. നല്ല ഒരു നീതി പാലനം നടത്തിയതിനുള്ള അവാർഡുകൾ ഗവർണറിൽ നിന്ന് ഏറ്റുവാങ്ങിയ രീഷ്മ ആണ് നമ്മളോട് ജീവിതം പങ്കുവച്ചത്. അവരുടെ അനുഭവങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് ജീവിതത്തിൽ ഒരു പാഠമാകട്ടെ, ഒരു പാഠപുസ്തകമാകട്ടെ എന്നാണ് സക്സസ് സ്റ്റോറിക്ക് പറയാനുള്ളത്. പങ്കെടുത്ത വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്ന രീഷ്മ IPSനും പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.